ഹലോ, എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. നമ്മളങ്ങനെ കഴിഞ്ഞ യാത്രയിൽ മലയാറ്റൂരിൽ നിന്ന് യാത്ര ആരംഭിച്ച് കല്ലാല റബ്ബർ എസ്റ്റേറ്റിലൂടെയൊക്കെ യാത്ര ചെയ്ത് ആതിരപ്പള്ളിയും കടന്ന് വാഴച്ചാൽ വരെ എത്തുന്ന കാഴ്ചകളും വിശേഷങ്ങളുമാണ് നിങ്ങളുമായിട്ട് പങ്കുവച്ചിരുന്നത്. എന്നാൽ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അതിൻ്റെ ബാക്കി വിശേഷങ്ങളാണ്. അതായത് വാഴച്ചാലിൽ നിന്ന് നമ്മൾ യാത്ര തുടർന്ന് മലക്കപ്പാറയും കടന്ന് വാൽപ്പാറയും കടന്ന് ആളിയാർ വരെ എത്തുന്ന കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വെൽക്കം ടു ബി ബ്രോ സ്റ്റോറീസ്. അങ്ങനെ വാഴച്ചാൽ വാട്ടർഫോളിന്റെ അടുത്തേക്ക് നമ്മളിപ്പോൾ എത്തിച്ചേരുകയാണ്. അധികം ദൂരമില്ല. ഓ, ഇവിടെയാണ് ചെക്ക് പോസ്റ്റ്. അവിടെ എന്താ നമ്മൾ കൊടുക്കണ്ടേ? നമ്മുടെ പേരും നാളും എല്ലാം ആണോ? ഓ, അനു ഇന്ന് മിക്കവാറും എഴുതി മടുക്കും. നമ്മൾ ആ ചെക്ക് പോസ്റ്റിൽ, നിങ്ങളെ മുന്നിൽ കാണുന്ന ചെക്ക് പോസ്റ്റിൽ നമ്മൾ പേരൊക്കെ എഴുതി കൊടുത്തിട്ട് നമുക്കിനി അങ്ങോട്ട് പോകാം. അതെ അല്ലേ? അവിടെ ഒതുക്കി ഈ വണ്ടിയുടെ പുറകില്ല. എന്നിട്ട് എന്താണെങ്കിൽ പോയി എഴുതി കൊടുത്തു വണ്ടിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ. ഇവിടെ നിന്നാൽ മതി നമ്മളല്ലേ, പുള്ളി വന്ന് എഴുതിക്കോളും. എത്ര രൂപയാണ് എൻട്രി ഫീ എന്നുള്ളത് നമുക്കറിയില്ല. ഇങ്ങനെ ഓരോ ആൾക്കാർ ഇതാ ടിക്കറ്റ് എടുക്കുന്നു ചെക്ക് പോസ്റ്റ് കടന്നു പോകാൻ വേണ്ടിയിട്ട്. ഇവിടെ കുറേ ബോർഡുകളൊക്കെ വെച്ചിട്ടുണ്ടല്ലേ. വനശ്രീയുടെ എക്കോ ഷോപ്പ് ഉണ്ട് അല്ലേ? നമ്മൾ ടിക്കറ്റ് എടുക്കട്ടോ. ഇനി നമ്മുടെ കൂടാണ് അടുത്തത്. 3 പേര്. ഓ, 3 പേര്. ഇല്ല, പ്ലാസ്റ്റിക് അനൂപ് റിട്ട ഇല്ല. ഞങ്ങൾ 3-6 വഴി അങ്ങനെ പോകും. ഇത് എൻട്രി ഫീ ആണോ? എത്രയാ? പൈസ വേണ്ട, ഫ്രീയാ. ആണോ? കൊള്ളാലോ. അല്ല, ആണോന്നല്ല, ഫ്രീ. അത് നന്നായി. ആദ്യമായിട്ടോ ഒരു ഫ്രീ. ഇവിടുന്ന് മലക്കപ്പാറ കയറി എത്ര കിലോമീറ്റർ ഉണ്ട്? 55 കിലോമീറ്റർ ഉണ്ടല്ലേ? അത്ര ദൂരം ഉണ്ടല്ലേ? എത്ര ദൂരം ഉണ്ട്? എത്ര സമയം നമുക്ക് ഓടിയെത്തണ്ടേ? എത്ര സമയം കൊണ്ട്? 2 മണിക്കൂർ. ഓക്കെ, പോട്ടെ. 1.5, 2.5, 3. 2 മണിക്കൂർ നമ്മൾ 55 കിലോമീറ്റർ കവർ ചെയ്യണം. 2 മണിക്കൂർ എടുക്കുന്ന പുള്ളി പറഞ്ഞല്ലേ? ചെക്ക് പോസ്റ്റ് തുറന്നു തന്നിരുന്നെങ്കിൽ പോയായിരുന്നു. അങ്ങനെ ചെക്ക് പോസ്റ്റിന്റെ അവിടെ നിന്ന് എൻട്രി ടിക്കറ്റ് ഒക്കെ എടുത്തു. ഫ്രീ ആയിട്ട് നമുക്ക് എൻട്രി ടിക്കറ്റ് കിട്ടിയിരിക്കുകയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഫ്രീ ആയിട്ടൊരു ചെക്ക് പോസ്റ്റിൽ നിന്ന് ഒരു സ്ലിപ്പ് വാങ്ങിക്കുന്നത്. അല്ല, സാധാരണ 10-20 എന്നൊക്കെ പറഞ്ഞവർ വാങ്ങിക്കുന്നതാണേ. എന്ത് പറ്റിയില്ല മണ്ണ എന്ന് ചോദിക്കായിരുന്നു. ഈ വാഴച്ചാൽ ഫോറസ്റ്റിനെ കുറിച്ച് ഒരു 1-2 കാര്യങ്ങൾ പറയാനുണ്ട്. അത് പറയണം. അതാണ് നിങ്ങളുടെ ഉത്തരവാദിത്തം. 1-2 എത്ര വേണം പറയാം. അല്ല, വാഴച്ചാൽ ഫോറസ്റ്റിലാണ് നമ്മുടെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ മലമുഴക്കി വേഴാമ്പല് കാണപ്പെടുന്ന ഒരു സ്ഥലം. ഓ, ശരി. ഇവിടെ ഒരുപാട് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറൊക്കെ വന്ന് അങ്ങനെ പല രീതിയിലുള്ള ബേർഡ്സ് ഇവിടെ ഉണ്ട്. തട്ടേക്കാട് ഫോറസ്റ്റ് ഏരിയ എന്നൊക്കെ പറയില്ലേ, അവിടെ മറ്റേ സലീമലിയുടെ ഒരു ബേർഡ് സാങ്ച്വറി ഉണ്ട്. അവിടെ മറ്റു ബേർഡുകളാണ് കാണപ്പെടുന്നെങ്കിലും ഇവിടെ കാണുന്ന കൂടുതലും വേഴാമ്പലാണ്. മലമുഴക്കി വേഴാമ്പല് അല്ലേ? അതെ. അങ്ങനെ നമുക്ക് 3-4 തരത്തിലുള്ള വേഴാമ്പലുണ്ട് കേട്ടോ. അപ്പൊ അതെല്ലാം ഈ വാഴച്ചാൽ ഫോറസ്റ്റിൽ ഉണ്ടാവും. അപ്പോൾ അത് കാണാൻ വേണ്ടിട്ടാണ് നമ്മുടെ ഫോട്ടോഗ്രാഫേഴ്സ്, വൈൽഡ് ഫോട്ടോഗ്രാഫേഴ്സ് ഒക്കെ വരുന്നത് അല്ലേ? ഒരുപാട് നല്ല സീനറീസ് ഒക്കെ പഠിക്കാൻ പറ്റും. പിന്നെ ഈ പക്ഷികളെ കുറിച്ചൊക്കെ റിസർച്ച് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, ഒരുപാട് വരും. അവരും വരുമായിരിക്കും അല്ലേ? നിങ്ങൾ ചുമ്മാ എന്തെങ്കിലും ഒരു സ്പീഷീസ്, എന്തെങ്കിലും ഒരു പക്ഷിയുടെ ഫോട്ടോ ഒക്കെ എടുത്ത് ഇട്ടാലും ഇതിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ നമുക്ക് എവിടുന്ന് കിട്ടി എന്നുള്ള ചോദ്യങ്ങളൊക്കെ വരും. അപ്പൊ നിങ്ങള് എവിടെന്നെങ്കിലും പോയിട്ട് ഒരു മൃഗശാലയിൽ ഒരു ഫോട്ടോ എടുത്ത് നിങ്ങൾ പോസ്റ്റ് ചെയ്തിട്ട് വനത്തിൽ നിന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ആ വനത്തിൽ ചിലപ്പോൾ ആ പക്ഷി ഉണ്ടാവില്ല. അല്ല, അങ്ങനെ പറ്റിയിട്ടുണ്ട് അവിടെ കൂട്ടുകാരൻ. അവന് എവിടുന്ന് ഒരു ഫോട്ടോ എടുത്തിട്ട് മൃഗശാലയിൽ നിന്ന് എടുത്തിട്ട് ക്രോസ് ചെയ്തിട്ട് ഇതിട്ടു, ഞാൻ കണ്ടു എന്ന് പറഞ്ഞു. അപ്പൊ അവനെ കുറെ ആൾക്കാർ പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്തു. നിനക്ക് ഈ വനത്തിൽ ഇതില്ലാത്ത സാധനമാണല്ലോ, ഇത് എവിടുന്ന് കിട്ടി, എന്ന് കണ്ടെത്തി. പിന്നെ അവസാനം ഡിലീറ്റ് ചെയ്യണ്ടാവും. എന്റെ അല്ല, അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളൊക്കെ ഫേക്ക് ആയിട്ട് വരുവേ. പിന്നല്ലേ, നമ്മളത് അറിയാവുന്ന ആൾക്കാർ അതിനെ കുറിച്ച് ചോദ്യം കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഇപ്പൊ നമ്മളൊരു എവിടെയാണ് നമ്മുടെ കേരളത്തിലെ ടൈഗർ കാണുന്നത് അല്ലെങ്കിൽ പുലികൾ കാണുന്നതെന്ന് വ്യക്തമായിട്ട് അറിയാലോ. ആ ഏരിയയിലുണ്ട്. ഏതാ? വാഴച്ചാൽ പാലം. ഓക്കെ, എല്ലായിടത്തും ബോർഡ് വെച്ചിട്ടുണ്ട്. അത് തന്നെ വലിയ ഉപകാരം. ഇവനെ ചാടാൻ പോകണം മോളിൽ കൂടെ. വാഴച്ചാൽ പാലം എന്ന് പറഞ്ഞൊരു ബോർഡ് ഉണ്ട്. ഇവിടെയൊക്കെ ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ. ആന വൈൽഡ് ആനിമൽ ക്രോസിംഗ് സോൺ. യെസ്. അപ്പൊ ആന ചാടുന്നൊരു പ്രധാന ഏരിയ ആണ്. ആ റെഡ് കളർ ആയതുകൊണ്ട് നല്ല രസമാണ് കാട്ടിക്കൂടെ ആ വണ്ടി അങ്ങ് പോകുമ്പോൾ കാണാനായിട്ട്. റെഡ് ഭയങ്കര ഒരു എടുത്ത് കാണിക്കുന്ന കളറല്ലേ? അട്രാക്റ്റീവ് ആണ്. അപ്പൊ ഇതൊരു ഇരുമ്പ് പാലമാണ് കേട്ടോ. പല സിനിമയിലും നമ്മൾ കണ്ടല്ലേ ഈ വാഴച്ചാൽ പാലം. അതെ, ശരി. നോക്കിയേ ആ വെള്ളം, അടിപൊളി. നല്ല ചെളിയായിട്ട് നല്ല കലങ്ങി ഒഴുകുന്ന വെള്ളം നമുക്ക് താഴേക്ക് നോക്കി കഴിഞ്ഞാൽ കാണാൻ കഴിയും കേട്ടോ.
അങ്ങനെ ആ മലമുകളിൽ നിന്ന് ഇങ്ങനെ ഒഴുകി താഴേക്ക് പോവുകയാണ്. ഇത് വെള്ളച്ചാട്ടങ്ങളിലേക്കൊക്കെ പോകുന്നത്, നമ്മുടെ ആതിരപ്പള്ളിയും അതോടൊപ്പം തന്നെ വാഴച്ചാലിലെ വെള്ളച്ചാട്ടത്തിലേക്കൊക്കെ പോകുന്ന വെള്ളമാണ് കാണുന്നത്. വാഴച്ചാൽ പാലമൊക്കെ കണ്ട് നമ്മൾ പിന്നെയും മുന്നോട്ടുള്ള യാത്ര തുടരുന്നു. പോകുന്ന വഴിയിൽ ധാരാളം വൃക്ഷലതാദികൾ നമുക്ക് കാണാൻ കഴിയും. പ്രത്യേകിച്ച് നമ്മുടെ ഈറ്റയൊക്കെയാണ് റോഡിന്റെ ഒരു ഭാഗത്ത് നിൽക്കുന്നത്. ഈറ്റ, പിന്നെ ഒരുപാട് മരങ്ങളുണ്ട് കേട്ടോ. എനിക്ക് മരത്തിന്റെ പേരൊന്നും അത്ര അറിയത്തില്ല, എന്നാലും ഈറ്റ നമുക്ക് അറിയാവുന്നതുകൊണ്ട് അതിനെക്കുറിച്ച് പറഞ്ഞൊന്ന് മാത്രം. നിങ്ങൾ പറഞ്ഞാലേ വേഴാമ്പലം തോന്നുന്നു, ഒരു സൗണ്ട് കേൾപ്പിക്കുന്നുണ്ട് അല്ലേ? എനിക്ക് മയിലിന്റെ സൗണ്ട് കേട്ടാ. ആ, മയിലിന്റെ പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്നുണ്ടോ അറിയാം. ഒരു കാറച്ച മയില്. ഭയങ്കര സൗണ്ടാ. എനിക്ക് യാത്ര ചെയ്യാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു വഴി കേട്ടോ. കാരണം ഏകദേശം ഒരു നമ്മൾ ഗവിയിലൊക്കെ സഞ്ചരിക്കും പോലെ ഒരു 55 കിലോമീറ്ററോളം നമ്മൾ കാടിന്റെ ഉള്ളിക്കട വേണം സഞ്ചരിക്കാൻ. ഇത് വളരെ വീതി കുറഞ്ഞ റൂട്ടിലാണ് സഞ്ചരിക്കുന്നത്. പിന്നെ കാട്ടുപുഴകളും കാട്ടരുവികളും ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ നമ്മൾ പോകുന്ന വഴിക്ക്. ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് കാട്ടുപോത്തിനെ കാണാൻ പറ്റും, ആനയെ കാണാൻ പറ്റും, കരടിയെ കാണാൻ പറ്റും. പിന്നെ ഈ വാഴച്ചാൽ ഫോറസ്റ്റില് അല്ലെങ്കിൽ ആതിരപ്പള്ളി ഇങ്ങോട്ടുള്ള ഫോറസ്റ്റില് നമ്മുടെ ബ്ലാക്ക് പാന്തറൊക്കെ ഇല്ലേ, ആ സാധനങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെന്നൊക്കെ പല വീഡിയോയിൽ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. പക്ഷെ നമ്മള് കണ്ടിട്ടില്ല. പിന്നെ ഇങ്ങോട്ട് പോകുമ്പോൾ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ വീതി കുറഞ്ഞ റോഡാണ്. അപ്പൊ ഇരുവശങ്ങളിലും ഈ ആനയൊക്കെ ശരിക്കും ഇതിന്റെ അകത്ത് നമുക്ക് കാണാൻ പോലും പറ്റില്ല കേട്ടോ. അപ്പം റോഡ് സൈഡിൽ എവിടെയും വാഹനങ്ങൾ പാർക്ക് ചെയ്യാതെ ഇരിക്കുക, നമ്മളിങ്ങനെ യാത്ര ചെയ്യാം. പിന്നെ കുറച്ചുകൂടെ കഴിയുമ്പോൾ ഫുൾ ഈറ്റക്കാടായിരിക്കും കേട്ടോ. ഈറ്റക്കാട് വന്നാൽ പിന്നെ ഒരു രക്ഷ ഉണ്ടാവില്ല. പക്ഷെ നല്ല കാറ്റുള്ള സമയത്ത് ഇങ്ങോട്ട് യാത്ര ചെയ്യണ ഇച്ചിരി പാടല്ലേ? തീർച്ചയായും പേടിക്കണല്ലേ? ഈ മരം ഒടുങ്ങി വീഴുന്നത് ഒഴിച്ച് ബാക്കിയെല്ലാം ഓക്കെ, സേഫാ. എനിക്ക് നല്ലൊരു സ്ഥലത്തേക്ക് എത്തിച്ചാ അല്ലേ? നല്ലൊരു ഫ്രെയിം. നമുക്ക് നിർത്താൻ പറ്റില്ല, അതാണ് ഒരു സങ്കടം. ഒരു പശുവിനൊക്കെ ഇവിടെ കൊണ്ട് കെട്ടിക്കണം. അത് മിക്കവാറും ട്രൈബ് ആയിരിക്കും. ട്രൈബ് ഈ പറയുന്ന പോലെ കാട്ടിലൂടെ ഒക്കെ യാത്ര ചെയ്യുന്നുണ്ടോ. അങ്ങനെ എന്തായാലും ആതിരപ്പള്ളിയും വാഴച്ചാലൊക്കെ കടന്ന് നമ്മൾ കാടിനുള്ളിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിയിൽ ഓരോ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ മൃഗങ്ങളെ കാണുമെന്നുള്ള ഒരു പ്രതീക്ഷ നമ്മുടെ മനസ്സിലുണ്ടെങ്കിലും കാണില്ല എന്നുള്ളതാണ് സത്യം. കാരണം എനിക്ക് അങ്ങനെ അധികം ഭാഗ്യമുള്ള ഒരാളല്ല. മഴക്കാലത്ത് മൃഗങ്ങളെ അങ്ങനെ കാണാൻ സാധ്യത കുറവാണ് അല്ലേ? പ്രത്യേകിച്ചേ ആനകളെ കാണുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. എന്റെ കൂടെ യാത്ര ചെയ്യുന്നവർക്കൊന്നും ഭാഗ്യം ഉണ്ടാവില്ല, കാരണം എനിക്ക് ഭാഗ്യമില്ലല്ലോ. പക്ഷെ കൂടെയുള്ള ആൾക്ക് ഭാഗ്യം ഉണ്ടെങ്കിലോ? അങ്ങനെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ കാണാൻ പറ്റുമായിരുന്നു. പണ്ട് മാമലക്കണ്ടത്തേക്കേ ഞാൻ ഇതുപോലെ ഇങ്ങനെ യാത്ര ചെയ്യുമായിരുന്നു, ഇങ്ങനെ നമ്മുടെ നാട്ടിൽ നിന്ന്, അതായത് പാലായിൽ നിന്നൊക്കെ പോകുമായിരുന്നു. അപ്പൊ ആന കാണുന്ന പ്രതീക്ഷയിൽ നമ്മൾ രാത്രിയിലും പകലും ഒക്കെ യാത്ര ചെയ്തു. ഇതുവരെയായിട്ട് എനിക്ക് ആ റൂട്ടിൽ പോയിട്ട് ആന കാണാൻ സാധിച്ചിട്ടില്ല. പിന്നെ കുറച്ച് ഭാഗ്യം എനിക്ക് കിട്ടുന്നത് ഒരേ ഒരു സ്ഥലത്തേ ഉള്ളൂ, ബന്ദിപ്പൂര്. അവിടെ മിക്കപ്പോഴും ചിലപ്പോൾ കാണും, മിക്കപ്പോഴും അല്ല, ഇടയ്ക്കൊക്കെ പോകുമ്പോൾ കണ്ടിട്ടുണ്ട്. കാരണം കുറെ വീഡിയോസ് ഞാൻ ആ ഒരു ഭാഗങ്ങളിൽ ചെയ്തിട്ടുണ്ട്, ഊട്ടി ഭാഗങ്ങളിലൊക്കെ. അങ്ങനെയൊക്കെ കുറച്ച് ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണ് നിങ്ങൾ തമിഴ്നാടിന്റെ തോഴൻ എന്ന് പേര്. അങ്ങനെയാണ് നിങ്ങൾ ഇടുക്കിയുടെ തോഴൻ എന്ന് പറയുന്ന പോലെ ഞാൻ തമിഴ്നാടിന്റെ തോഴനാണ്. അതെ, കേരളത്തിൽ ഇത്ര വലിയ ഫോറസ്റ്റ് ഉണ്ടായിട്ട് നമ്മളിപ്പോ ഇത്ര നാൾ കഴിഞ്ഞ് തമിഴ്നാട്ടിലൊക്കെ ഇറങ്ങിയിട്ട് ലാസ്റ്റ് എഴുതിയാൽ ഓടേട്ടോ. പ്രേക്ഷകർ ഇപ്പൊ വിചാരിക്കും സ്വന്തം നാടിനടുത്തുള്ള സ്ഥലത്ത് പോകാതെ തമിഴ്നാട്ടിലൂടെയും മറ്റ് സംസ്ഥാനങ്ങളിലൂടെ ഒക്കെ ഫോറസ്റ്റിലൂടെ സഞ്ചരിച്ചിട്ടുണ്ട് ഞാൻ. ഈ ഇവിടെ ഈ ഈറ്റക്കാടിന്റെ പ്രത്യേകത വെച്ചാൽ ഈ ആന ഇതിന്റെ അകത്ത് നമുക്ക് കാണാൻ പറ്റില്ല. എവിടെയൊക്കെ നിന്നാലും നമുക്ക് അറിയാൻ പറ്റും. ഇതെല്ലാം ആനത്താരകളാണ് ഇതുവഴി പോകുമ്പോൾ. അതുകൊണ്ടാണ് നമുക്ക് അവര് പറഞ്ഞേക്കുന്നത് നമുക്ക് വണ്ടിയുടെ പുറത്തോട്ട് ഇറങ്ങില്ല. കാരണം ഏത് സമയത്താ ഈ ആനയൊക്കെ വന്നേന്നേ പറയാൻ പറ്റില്ല. പണ്ടൊരു സ്കൂട്ടറുകാരനൊക്കെ വന്ന് ആന അറ്റാക്ക് ചെയ്തില്ല, അത് കപാലി ഓർക്കുന്നില്ലേ? കറക്റ്റ് നേരെ വന്നിട്ട് അവന്റെ അടുത്തോടെ വന്നിട്ട് പോയത്. പുള്ളി അങ്ങനെ തന്നെ ഇരുന്നു വണ്ടിയിൽ. ഏറ്റവും കൂടുതൽ ആനശല്യം ഉള്ള ഒരു പ്രധാന പ്രദേശമാണ് കേട്ടോ. അതായത് അങ്ങനെയല്ല, മെയിൻ റോഡില് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന റോഡില് നമ്മളൊരു വളവ് ഇങ്ങനെ വളഞ്ഞു വരുമ്പോഴായിരിക്കും ആന അവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് ഇതുവഴി പോകുമ്പോൾ അത്യാവശ്യം സൂക്ഷിക്കണം. നല്ലൊരു വണ്ടിയൊക്കെ ആണെങ്കിൽ നമുക്ക് ഓക്കെയാണ്. ഇല്ലേലും ഓട്ടം മാത്രമേ വഴിയുള്ളൂ, വേറെ അങ്ങോട്ടും കൂടി കിടക്കാൻ പറ്റില്ലല്ലോ. അത് ശരിയാ, വണ്ടിയൊക്കെ ഇത്ര ഓടിക്കുള്ളൂ. വേനൽക്കാലത്ത് ആണെങ്കിൽ ഈ വഴിയിലൂടെ കുറച്ചുകൂടെ ഡേഞ്ചർ ആയിരിക്കും. മഴക്കാലത്ത് പിന്നെ ആനയ്ക്ക് കാട്ടിൽ വെള്ളം കിട്ടുന്നതുകൊണ്ട് നാട്ടിലേക്ക് ഇറങ്ങേണ്ട കാര്യമില്ലല്ലോ, പിന്നെ തീറ്റ അതിനവിടെ ഉണ്ട്. ഞാൻ പണ്ട് KSRTC വന്നപ്പോ ആനകൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ആ വീഡിയോയിൽ ഇഷ്ടം പോലെ ആന ഉണ്ടായിരുന്നു. വേനൽക്കാലത്ത് വേനൽക്കാലത്ത് വന്ന അന്ന് കരടിയൊക്കെ ഉണ്ടായിരുന്നു, ആനയൊക്കെ ഉണ്ടായിരുന്നു, കാട്ടുപോത്തുണ്ടായിരുന്നു. അത് ശരി, ആ വീഡിയോക്കതുണ്ട്. പിന്നെ ഇവിടെ എവിടെയോ ഒരു മ്ലാവ് ഉണ്ടായിരുന്നു, അത് ഈ ഒരു ഏരിയയിലാണ്. പുലി ആ ഒരു മ്ലാവ് ഇങ്ങനെ റോഡ് സൈഡിലുണ്ടായിരുന്നു, ആൾക്കാർക്ക് ഈ വളർന്ന പോലെ. ഇവിടെ എവിടെയും കണ്ട ഇത് ഈ സ്ഥലം ഇപ്പൊ ഇല്ല. എനിക്ക് വേണ്ടത് കാട്ടിനുള്ളിലോട്ട് പോയി കാണാം. അതാണ് ഈ സ്ഥലം. പിന്നെ നമ്മൾ ഈ വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് കാണാൻ സാധിക്കുന്ന ഫോറസ്റ്റിന്റെ കുറെ ബിൽഡിങ്ങുകളാണ് അല്ലേ? പിന്നെ ഇവിടെയുള്ള ട്രൈബൽസിന്റെ കുടിയൊക്കെയാന്ന് തോന്നുന്നത്. ട്രൈബൽ മേഖലയാണ് ഈ ഒരു ഭാഗമൊക്കെ. കുറെ ആൾക്കാർ താമസിക്കുന്ന വീടുകളൊക്കെ നമുക്ക് പോകുന്ന വഴി കാണാം. നമ്മൾ ചെക്ക് പോസ്റ്റിന് അവിടെ എത്തിയപ്പോഴേ അവർ പറഞ്ഞു കേട്ടോ, മാക്സിമം 2 മണിക്കൂർ കൊണ്ട് ഓടി പിടിപ്പിച്ച് അടുത്ത ചെക്ക് പോസ്റ്റിൽ എത്തണമെന്നല്ലേ. നമ്മൾ 55 കിലോമീറ്റർ ഈ ഒരു 3rd ഗിയറിൽ അല്ലെങ്കിൽ 4th ഗിയർ ഇടാനുള്ള ഒരു സ്പേസ് ഇല്ല അങ്ങനെ. ഏറ്റവും ഇടുമ്പത്തിനും അടുത്ത കയറ്റം വരും. അതെ, ഏറ്റവും വളവും. അതെ, വളവ്.
വളവ് ഭയങ്കരമായിട്ട് വഴി. ഒരു 45 കിലോമീറ്റർ ആകുമ്പോൾ 50 കിലോമീറ്റർ സ്പീഡിൽ നമുക്ക് ഇത് വഴി പോകാൻ പറ്റും. അതെ അതെ. അത് കണക്കാക്കിയിട്ടായിരിക്കും ഒരു 2 മണിക്കൂർ തന്നിരിക്കുന്നത് അല്ലേ? 2 മണിക്കൂർ കൊണ്ട് ഓടി എത്തുമല്ലേ? 2 മണിക്കൂർ ധാരാളം മതി. ഓക്കെ. അത്യാവശ്യം നമുക്ക് ഷൂട്ട് ചെയ്ത് പോയാൽ അത്ര സമയം മതി. അനുവേ, ഇത് ഓടിച്ചിട്ട് അങ്ങ് തീരുന്നില്ലല്ലോ അനുവേ? അങ്ങനെ നമ്മൾ വന്ന് നമ്മള് ഷോളയാർ ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ട് ഒക്കെ കഴിഞ്ഞ് പോകുന്നു കേട്ടോ. അതാണ് പോകുന്ന വഴിക്ക് പെൻസ്ട്രോക്ക് പൈപ്പുകളൊക്കെ കാണാൻ സാധിച്ചു. അതിപ്പോ പ്രവർത്തിക്കുന്നുണ്ടോ? അതുകൊണ്ട് ഉണ്ടല്ലേ? ഓക്കെ. പ്രവർത്തനമുള്ള സ്ഥലമാണ്. എന്തായാലും ഇത് ഓടിച്ചിട്ട് തീരുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു സങ്കടം. അതെ, വഴിക്കൊന്നും വീതിയില്ലല്ലോ, അതാണ് ഏറ്റവും വലിയ. വഴിക്ക് വീതിയില്ല. പിന്നെ നല്ല വ്യൂ ഉള്ള കുറെ സ്ഥലങ്ങളുണ്ട്, പക്ഷെ നമുക്ക് ഒരിടത്ത് നിർത്താൻ പറ്റില്ല. നമ്മൾ ശരിക്കും പറഞ്ഞാൽ വലിയ ഹെയർ പിൻ വളവ് കയറിയിട്ട് മേലോട്ട് പോലെ ഇപ്പൊ കയറ്റം കയറിക്കൊണ്ടിരിക്കും. താഴെയാണ് ഇതിന്റെ ഷോളയാറിന്റെ ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ട് ഉള്ള ആ പവർ ഹൗസ് ഒക്കെ. ഓ ശരി ശരി ശരി. മലയ്ക്ക് മേളിൽ നിന്നാണ് വെള്ളം കൊണ്ടത് കേട്ടോ. ഓ, വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ. ആന ഈ ഒരു ഏരിയ ഒക്കെ നടന്നെങ്കിൽ വന്നാൽ പിന്നെ അങ്ങോട്ടും ആനയ്ക്ക് പോകാൻ പറ്റില്ല, ഇങ്ങോട്ടും ആനയ്ക്ക് പോകാൻ പറ്റില്ല. റോഡിൽ കൂടെ തന്നെ വരുള്ളൂ. അതാണ് അത് ഈ ഏരിയയിൽ മാത്രം പ്രത്യേകം. ഓ, നമ്മളിങ്ങനെ യാത്ര ചെയ്ത് പോകുമ്പോണ്ടല്ലോ നമുക്ക് ഒരിടത്തും നിർത്താൻ പറ്റില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, വഴിക്ക് തീരെ വീതി കുറവാണ്. ഇപ്പൊ നമ്മൾ 2 കാർ പോയി കഴിഞ്ഞാൽ കഷ്ടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ സാധിക്കുള്ളൂ. ഒരു ബസ് വന്നു കഴിഞ്ഞാൽ തന്നെ സൈഡ് കൊടുക്കണ വലിയ പാടാണ്. അത്രയും വീതി കുറവാണ്. അതുകൊണ്ടാണ് അവര് പറയുന്നത് വണ്ടി നിർത്തരുതെന്ന്. നിർത്തി കഴിഞ്ഞാൽ പിന്നെ അറിയാലോ, ആൾക്കാരൊക്കെ അവിടെ കുറെ നേരം നിന്ന് കാഴ്ചയൊക്കെ കണ്ടുപോകുമ്പോൾ ഒരു വണ്ടി നിർത്തിയാൽ മതി, പിന്നെ കുറെ വാഹനങ്ങൾ നിർത്തും, പിന്നെ ട്രാഫിക് ബ്ലോക്ക് ആവും. ഒരു കണക്കിന് നല്ലൊരു കാര്യമാണ്. പക്ഷെ നമുക്ക് കാഴ്ചകൾ അങ്ങനെ ബസ്സിൽ പോകുമ്പോൾ അതെ അതെ അതെ, അത് ശരിയാ. അപ്പൊ ബസ്സിൽ വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒരു നല്ലതായിരിക്കും എന്നാണ് എന്റെ ഒരു അഭിപ്രായം. അതെ, ഇപ്പൊ നിങ്ങൾ ഗവിക്കാണേലും ഈ വാൽപ്പാറ അല്ലെങ്കിൽ മലക്കപ്പാറ ഒക്കെ ബസ്സിൽ വന്നാൽ കുറച്ചുകൂടെ നല്ല കാഴ്ച ഉണ്ട്. സൈഡ് സീറ്റ് ഇരുന്ന് പോയാൽ അതെ 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 അത്യാവശ്യം നല്ല കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എന്തായാലും അധികം കാഴ്ചകളൊന്നും കാണാതെ സങ്കടപ്പെട്ട് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു വന്യമൃഗങ്ങളെയും കണ്ടില്ല എന്നുള്ളതാണ് സങ്കടകരമായ ഒരു കാര്യം. അതായത് കുരങ്ങന്മാരെ പോലും നമുക്ക് അങ്ങനെ അധികം കാണാനായിട്ട് സാധിച്ചില്ല. സാധാരണ രീതിയിൽ കുരങ്ങന്മാരെയൊക്കെ ഈ റൂട്ടിലൊക്കെ കാണുന്നത്, അപ്പൊ അതുമില്ല. അതിനറിയോ, മഴയായതുകൊണ്ട് അവരുടെ വീട്ടിൽ കയറിയിരിക്കുക. നമ്മള് പറയില്ലേ, കാരണന്മാരൊക്കെ പറയില്ലേ, മഴ നനയരുത്. അതെ അതെ, പനി പിടിക്കുന്ന പേടിച്ചിട്ട് കുരങ്ങന്മാരെല്ലാം കൂടെ വീട്ടിൽ ഇരിക്കാന്നല്ലേ. അവരെ കാണാത്ത അല്ലേ, കാണണ്ടായിരുന്നു. അത് ശരിയാ. ആനയില്ല, മയിലില്ല, പിന്നെ പുലിയില്ല, കടുവയില്ല. അല്ലെ, പിന്നെ നമ്മളിങ്ങനെ പോകുമ്പോ ഈ റൂട്ടിൽ എന്ന് പറയുമ്പോണ്ടല്ലോ, ഒരു സൈഡിലെങ്കിലും ഒക്കെ ആണെങ്കിലും നമ്മുടെ ഈ റൂട്ടിലുള്ള ഡ്രൈവാണ് ശരിക്കും. അനൂപ് ഇങ്ങനെ അങ്ങ് ആസ്വദിക്കാണ്, ഡ്രൈവ് ചെയ്തങ്ങ് പോവുകയാണ്. ഡ്രൈവാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളെ മലക്കപ്പാറ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ്. 55 കിലോമീറ്ററോളം നമ്മൾ കാട്ടിക്കിടെ തന്നെ വണ്ടി ഓടിച്ചോണ്ട് പോകട്ടോ. അത് ശരിയാ, അതൊരു പ്രത്യേക ഫീലാണ്. ഏറ്റവും നല്ലത് കുറച്ചുകൂടെ ബൈക്ക് റൈഡ് ആണെന്ന് എനിക്ക് ഈ ഒരു വഴി. ഒരുപാട് ബൈക്ക് റൈഡേഴ്സിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സ്ഥലമാണ് ഈ ഒരു വഴി അല്ലേ. ഏറ്റവും കൂടുതൽ ആൾക്കാർ ചൂസ് ചെയ്യുന്ന മിക്കവാറും ഈ ഒരു വഴിയായിരിക്കും അല്ലേ. അതെ, ഒത്തിരി കാഴ്ചയാണ് ബൈക്കിൽ വന്നാലേ. ബൈക്കിൽ അടിപൊളിയാണ്, കുറച്ചുകൂടെ ഒരു വേറൊരു ഫീൽ ആയിരിക്കും. അപ്പൊ എന്തായാലും ബൈക്ക് യാത്ര ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഒരു വഴി എപ്പോഴും മാരീഡ് കപ്പിളൊക്കെ ആയിട്ട് ഇങ്ങനെ വന്നാൽ വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോവാം. അത് നല്ലൊരു കാര്യമാണ്. അപ്പോൾ ബൈക്ക് റൈഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു യാത്ര അല്ലെങ്കിൽ ഈ ഒരു വഴിയിലൂടെയുള്ള ഒരു യാത്ര മുതൽക്കൂട്ടായിരിക്കും. കാർ റൈഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് മുന്നിലുള്ള കാഴ്ചകൾ കാണാം. പിന്നെ ഇനിയിപ്പോ കുറച്ച് നമ്മൾ വലിയ വലിയ കയറ്റം കയറി പോവല്ലേ, മേലോട്ട് ചെല്ലുമ്പോ അത്യാവശ്യം ചിലപ്പോ മഞ്ഞൊക്കെ ആയിരിക്കും കേട്ടോ. നല്ല കോട കിട്ടും അല്ലേ. കോട കിട്ടുവാൻ ചാൻസ് ഉണ്ട്. വാൽപ്പാറ ഏരിയ അങ്ങനെയാണല്ലോ. വാൽപ്പാറയിലും മലക്കപ്പാറയിലുള്ള തേയിലത്തോട്ടങ്ങളിലെ ഒരു ഭംഗി നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം കേട്ടോ. നമ്മളെ തേടിയിരിക്കുകയാണ് ആ ഒരു കാഴ്ച. ഷോളയാർ ഡാമിന്റെ ഒരു റിസർവ് ഏരിയ ഉണ്ട്. അങ്ങനെ കുറച്ചുകൂടിയൊക്കെ ദൂരം മുന്നോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഷോളയാർ ഡാമിന്റെ റിസർവെയർ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയും. നല്ല ഭംഗിയുള്ള ഒരു കാഴ്ചയാണ്. ഇവിടെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. മലക്കപ്പാറ 21, വാൽപ്പാറ 47, പൊള്ളാച്ചി 103. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ ഈ ഒരു മനോഹരമായ ഡാമിൻ്റെ റിസർവെയർ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പർ ഷോളയാറിൻ്റെ ഡാമിൻ്റെ റിസർവെയറാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ആ ഡാമിൻ്റെ റിസർവെയറിൻ്റെ ആ ഭംഗിയുള്ള കാഴ്ചയൊക്കെ കണ്ടിങ്ങനെ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അവിടെ വാഹനം നിർത്താനുള്ള ചെറിയൊരു സൗകര്യമൊക്കെ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. ഈ പറയുന്ന രീതിയിൽ വാഹനം നിർത്തി കഴിയുമ്പോഴായിരിക്കും പ്രശ്നം വരുന്നത്. അല്ല, വാഹനം നിർത്തി KSRTC ട്രിപ്പ് ഒക്കെ വന്നപ്പോൾ അവിടെ നിർത്തിയ കാഴ്ച കണ്ടിട്ട് നമ്മൾ പോയത്. ആണോ? അപ്പൊ പിന്നെ കുഴപ്പമില്ലായിരിക്കും കേട്ടോ. എന്തായാലും നമ്മൾ നിർത്തിയില്ല. ചെറിയ രീതിയിൽ മഴയും തുള്ളുന്നുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും അവിടെ നിന്ന് നമ്മൾ വാഹനത്തിൽ ഇരുന്നുകൊണ്ട് ജസ്റ്റ് ഒരു വിഷൽ എടുത്തിട്ട് നമ്മൾ യാത്ര മുന്നോട്ട് തുടരുകയാണ് ചെയ്തത്.
വഴി ഈ പറഞ്ഞ രീതിയിൽ ഇതുവരെയും ബുദ്ധിമുട്ടുണ്ടാക്കില്ല കേട്ടോ. നല്ല റബ്ബറൈസർ ചെയ്തിട്ടിരിക്കുന്നുണ്ട്. അനായാസം ഡ്രൈവ് ചെയ്ത് പോരാനായിട്ട് സാധിക്കും. വളവും തിരിവുണ്ട്, അതുകൊണ്ട് അത് മാത്രം ഒന്ന് സൂക്ഷിക്കണം. അധികം സ്പീഡിലൊന്നും പോകാതെ നമ്മൾ ഡ്രൈവ് ചെയ്താൽ മതി. ഓപ്പോസിറ്റ് ഒക്കെ ഓരോ വാഹനങ്ങൾ വരുന്നല്ലേ, എന്നെ വേഗത്തിൽ. ഒരു 5-6 വർഷം മുമ്പ് വന്നപ്പോ ഈ റോഡൊക്കെ എന്നെ പൊന്നെ കാളവണ്ടി പോലെ നടന്ന സ്ഥലം. അത് ശരി, അടിപൊളിയാക്കി മുഴുവൻ പൊട്ടിപ്പൊളിഞ്ഞ് നടക്കായിരുന്നു 6 വർഷം മുന്നേ. ഓക്കെ ഓക്കെ. അതാണ് നമുക്ക് ഈ റോഡ് മോശമായി കഴിഞ്ഞാൽ പിന്നെ മടുത്തു പോകും, വെറുത്തു പോകും. പിന്നെ മഴക്കാലം ആയതുകൊണ്ട് അതൊരു വേറൊരു വൈബാണ്. നമുക്ക് ഇവിടുന്ന് ഒരു മറ്റേ പൊള്ളാച്ചിക്ക് ഒരു 100 കിലോമീറ്റർ പോയാൽ അവിടെ ബോർഡ് കണ്ടിരുന്നു. പൊള്ളാച്ചി നല്ല സ്ഥലമാണ്. പിന്നെ പൊള്ളാച്ചിയിൽ ഒരുപാട് നല്ല ഗ്രാമ ഭംഗി ആസ്വദിക്കാൻ. സിനിമ ആണ് പൊള്ളാച്ചി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് പിന്നെ ഓർമ്മയിലേക്ക് വരുന്നത് ആ ഒരു പ്രിയദർശന്റെ ഫ്രെയിമുകളൊക്കെ കിടിലം. പ്രിയദർശന്റെ പടത്തിലെ സമയമാണോ പൊള്ളാച്ചിയില്? പൊള്ളാച്ചിയിലല്ല, സൂര്യകാന്തി ഏറ്റവും കൂടുതൽ പൊള്ളാച്ചിയിലുണ്ടോ എനിക്കറിയില്ല. അങ്ങനെ ഇവിടെയാണ്, നമ്മുടെ തെങ്കാശിയിലാണ് ഏറ്റവും കൂടുതൽ സൂര്യകാന്തി ഉള്ളത്. അത് സുന്ദരപാണ്ഡിപുരം, അവിടെയാണ് മെയിൻ ആയിട്ട്. അതായത് നമ്മൾ തെങ്കാശി പോയിട്ട് അവിടെ നിന്ന് പിന്നെയും വേണം സുന്ദരപാണ്ഡിപുരത്തേക്ക്. അവിടെ പോയി കഴിഞ്ഞാൽ സൂര്യകാന്തി പൂത്തിരിക്കുന്ന കാഴ്ച കാണാൻ ഒരു പ്രത്യേക ഫീലാണ്. അവിടെ ഉണ്ട്, ഗുണ്ടൽപേട്ടുണ്ട്. നമ്മൾ കർണാടകയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഗുണ്ടൽപേട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഓരോ സ്ഥലത്തിനും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. ആ സ്ഥലങ്ങളുടെ കൂടുതലും ഗ്രാമങ്ങളാണോ? പൊള്ളാച്ചി ഗ്രാമ കാഴ്ചകളാണ്. ഒരുപാട് തെങ്ങിൻ തോപ്പുകളുള്ള സ്ഥലമാണ്. ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് വരുന്നുണ്ട് പൊള്ളാച്ചി. പിന്നെ അവിടെ ഇങ്ങനെ മഴക്കാലമൊക്കെ ഉണ്ടോ? മഴ പെയ്യുന്ന ഇപ്പൊ നമ്മുടെ ഇവിടെ കേരളത്തിൽ മഴയല്ലേ, അപ്പൊ അതുകൊണ്ട് ഇപ്പോൾ റെയിൻ ഷാഡോ റീജൺ ആണ്. അതായത് ഒരു കാർമേഘമൊക്കെ ആയിട്ട് നല്ല ഒരു ഇരുണ്ട് മൂടി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. മഴ പെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇടയ്ക്ക് മഴ പെയ്യും, തൂളും, ഒരു മങ്ങിയ ഒരു ഫീൽ ആയിരിക്കും ഈ ഒരു സമയത്ത്. നമ്മുടെ കേരളത്തോട് ചേർന്ന് നടക്കുന്നതാണ്. അതെ. അപ്പൊ തെങ്കാശി പോയാലും ഇപ്പൊ അങ്ങനെ ആയിരിക്കും. നമ്മുടെ കേരളത്തിലൊക്കെ മഴ പെയ്യുമ്പോഴത്തേനും ആ ഒരു ഭാഗത്തൊക്കെ ചെറിയ നേരിയ തോതിലൊക്കെ മഴ പെയ്യും. അതായത് വെസ്റ്റേൺ ഗാട്സിന്റെ ആ ഒരു നമ്മളിങ്ങനെ താമസിക്കുന്നത്. നമുക്ക് ശരിക്കും ആ ഒരു മലനിരകൾ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് കാലാവസ്ഥ നല്ല അനുയോജ്യമായ കാലാവസ്ഥയാണ്. തമിഴ്നാട്ടിലെ കുറച്ച് മുന്നോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ കുമ്പളി വഴി താഴത്തോട്ട് പോകുമ്പോ നമുക്ക് ആ കുമ്പളി വഴി താഴത്തോട്ട് അങ്ങോട്ട് ഇറങ്ങി പോകുമ്പോഴേ ഇങ്ങനെ കാണാം വെസ്റ്റേൺ ഗാട്സ്. അതൊരു പ്രത്യേക ഭംഗിയാണ്. അതെ അതെ, ബോഡിമെട്ട് വഴിയല്ല, മറ്റേ വഴിയില്ല, കുമ്പളി താഴേക്ക് നേരെ ഇറങ്ങി കമ്പം പോണ വഴി, മുന്തിരിപ്പാടമൊക്കെ ഉള്ള സ്ഥലം. ഓരോ യാത്രകളും ഓരോ അനുഭവങ്ങളാണല്ലോ. പ്രത്യേകിച്ച് ഇപ്പൊ കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് ഇറക്കുമ്പോഴാണെങ്കിലും കർണാടകയിലേക്ക് ഇറക്കുമ്പോഴാണെങ്കിലും ഒരുപാട് വ്യത്യസ്തമായ കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയും. നമ്മള് ഈ ഒരു ഫോറസ്റ്റ് റൂട്ട് എന്ന് പറയുമ്പോഴത്തന്നെ നമ്മളിപ്പോ ആസ്വദിക്കുന്നതാണ് മഴക്കാലത്ത് ഈ വഴിയിലൂടെയുള്ള ഒരു യാത്ര. അതൊരു എക്സ്പീരിയൻസ് അല്ലെ, അതൊരു എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വഴിയിലൂടെ ഇന്ന് യാത്ര ചെയ്തത്. അപ്പൊ ഓരോ യാത്രകളും ഓരോ സീസണിൽ വരുമ്പോൾ ഓരോ വ്യത്യസ്തമായ കാഴ്ചകളായിരിക്കും. ഇപ്പൊ വേനൽക്കാലത്ത് വരുമ്പോഴത്തേനും ചിലപ്പം ഈ പറയുന്ന രീതിയിൽ നിറയെ മൃഗങ്ങളായിരിക്കും, ആനകളുടെ ശല്യം കുറെ കാണുമായിരിക്കും. അപ്പൊ ഈ ഒരു സമയത്ത് ആനകളെ നമുക്ക് അധികം കാണാൻ കഴിഞ്ഞില്ലെങ്കിലും ഈ പറയുന്ന രീതിയിൽ മഴക്കാലത്ത് ഈ വഴിയിലൂടെയുള്ള ഒരു യാത്ര ശരിക്കും നമ്മളെ അത് മനസ്സിന് കുളിർമ ചെയ്യുന്നുണ്ട് അല്ലേ, നമ്മളെ പിടിച്ചിരുത്തും. ഒരുപാട് നമ്മളെ ജോലിയൊക്കെ ചെയ്ത് വളരെ ക്ഷീണിച്ചൊക്കെ ഇരിക്കുന്ന സമയത്തൊക്കെ ഒരു റിലാക്സേഷന് വേണ്ടി ഒരു ഒറ്റ ട്രിപ്പ് പോകാൻ അല്ലെങ്കിൽ ഡ്രൈവ് പോകാൻ പറ്റിയ ഒരു സ്ഥലമാണ്. കാരണം വെച്ചാൽ പറഞ്ഞില്ലേ, ഒരു 10-50 കിലോമീറ്റർ നമ്മൾ ഫോറസ്റ്റ് ഉള്ളിക്കിടെ തന്നെ യാത്ര ചെയ്യാൻ പറ്റും. അതാണ്. അങ്ങനെ നമ്മളിതാ മലക്കപ്പാറയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ബോർഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, മലക്കപ്പാറ. ഇവിടെ ഒരു ഫോറസ്റ്റിന്റെ ഒരു ഓഫീസൊക്കെ ഉണ്ട്, ഫോറസ്റ്റ് ഓഫീസ്. ഇങ്ങോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ജനവാസ കേന്ദ്രമാണ്. ഈ ഒരു ഭാഗത്തേക്കൊക്കെ ജനവാസ കേന്ദ്രമാണ്. കണ്ടോ, ഇവിടെയൊക്കെ വീടുകൾ നമുക്ക് കാണാം. അങ്ങനെ ജനവാസ കേന്ദ്രത്തിലേക്ക് എത്തി അല്ലേ നുവേ? ഇവിടെ കുറച്ച് ആൾക്കാർ താമസിക്കുന്നുണ്ട്. ഉണ്ടല്ലേ, സാധാരണ ആൾക്കാരുണ്ട്. ഫെൻസിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതെ അവിടെയൊക്കെ ഫെൻസിങ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം. ചെക്ക് പോസ്റ്റ് ഉണ്ട്, ഫോറസ്റ്റ് സ്റ്റേഷൻ ഇവിടെ. നമ്മുടെ ചെക്ക് പോസ്റ്റ് കുറച്ചുകൂടെ അപ്പുറത്തോട്ട് ആണോ? ഓക്കെ. എന്തായാലും പുറലോകമായിട്ട് ബന്ധം വന്നു, റേഞ്ചൊക്കെ വന്നില്ലേ? ഇത്ര നേരം കാട്ടി കിടക്കുമായിരുന്നു. ഇവിടെ ഒരു വളവുണ്ടല്ലോ, ചക്രപാണി വളവാണോ? ചക്രപാണി തന്നെ സ്വാഹ. ചക്രപാണി പറഞ്ഞ സ്ഥലം ഉണ്ടല്ലേ? ഉണ്ട്. ഓക്കെ, മുഴുവൻ ഫോറസ്റ്റിന്റെ ഓഫീസ് അവിടെ അല്ല. പഠിച്ചൊരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനാണ് നമുക്ക്. മലക്കപ്പാറ എസ്റ്റേറ്റ്, ടാറ്റയുടെ ഉണ്ടോ? ടാറ്റ കോഫി എസ്റ്റേറ്റ് ഒക്കെ ഉണ്ടല്ലോ ഇവിടെ. അങ്ങനെ ഞാൻ മലക്കപ്പാറയ്ക്ക് ആദ്യമായിട്ട് എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. വളവിന്റെ പേരാണ് ആൻസി കേർവ്. ആൻസിയോ? ആൻസി കേർവ് എന്നാണ് എഴുതിയത്. 30 കിലോമീറ്റർ സ്പീഡിൽ പോകാൻ എഴുതിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അതനുസരിക്കണം നിർബന്ധമായിട്ട്. അത് മതി. അതാ ബിസ്മി ഹോട്ടൽ, വളവ് വീശിയ ഹോട്ടലിലേക്ക് പോയേക്കല്ലേ. ഓക്കെ, താങ്ക് യു. ഊണ് തയ്യാറ്. നമുക്ക് മലക്കപ്പാറ കഴിക്കാം. അവിടെ ചേച്ചിയുണ്ട്, നമ്മൾ കഴിച്ചത്. നമ്മൾ പണ്ട് KSRTC ബസ്സിൽ പോയി അവരുടെ കഴിച്ചു. ആണോ?
എന്നാ വിട് വണ്ടി മദ്രാസനം എന്ന് പറഞ്ഞ പോലെ ചവിട്ടി വിടാൻ പോട്ടെ. നമ്മുടെ അനിൽ ബ്രോയ്ക്ക് വിശക്കുന്നുണ്ടായിരിക്കും, നന്നായിട്ട് വിശക്കുന്നുണ്ട്. പുള്ളിയൊക്കെ നല്ല ഉച്ചയ്ക്കൊക്കെ ഭക്ഷണം കഴിക്കുന്ന മനുഷ്യനാ, നമ്മളെ പോലെ തെണ്ടിത്തിരിഞ്ഞ് നടക്കുമല്ലോ. ഇനി ഇതൊക്കെ നമ്മൾ കഥ മെനയുവാണല്ലോ ആൾക്കാർ. ചായക്കട, ചായ, കോഫി, സ്നാക്സ്. ഇതാ പൊന്നൂസ് ഹോട്ടൽ, നാടൻ ഭക്ഷണം. ആ ഹോട്ടൽ പറ, വേറൊരു ഹോട്ടൽ. ഇത് അടച്ചിട്ടേക്ക് കേട്ടോ. അല്ല, രക്ഷപ്പെട്ടു. ഫെലിക്സ് ബിരിയാണി റെഡി. ഇതുമല്ല. ഓക്കെ, അപ്പൊ ഇതുമല്ല. 5 ഹോട്ടൽ കാണിച്ചു കേട്ടോ. ഹോട്ടൽ ചോദിക്കരുത്. ഇതാണോ ഒലീവ്? അതുമല്ല. ഓക്കെ, അല്ലെങ്കിൽ തിരിച്ചു വരാന്നേ. കുറച്ചുകൂടെ മുന്നോട്ട് പോയിട്ട് നമ്മുടെ ചേച്ചിയുടെ കട. ഇല്ല, നമ്മളെ ബോർഡറിന് മുമ്പാണോ അത് ബോർഡർ കഴിഞ്ഞാണോ ഫുഡ് കഴിച്ചത്? ഒന്നുകൂടെ ആലോചിച്ച് നോക്കിയേ. പള്ളി ഒരു മാതാവിന്റെ പള്ളിയുണ്ട്. ആ, ടവറുണ്ട്. യാ മോനെ, അല്ല ബോർഡറിന് തൊട്ടടുത്താ ഫുഡ് കഴിച്ചത്. ഞാനിപ്പോ കൃത്യമായിട്ട് ഉറങ്ങണം. ഓക്കെ, എന്നാ പിന്നെ അങ്ങോട്ട് പോട്ടെ. തേയിലത്തോട്ടം. യെസ് സുഹൃത്തുക്കളെ, അങ്ങനെ നമ്മൾ തേയിലത്തോട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ടല്ലോ, എന്തോ എഴുതിയേക്കുന്നത്? കണ്ണും പിടിക്കുന്നില്ല. വന്ന് കണ്ണട വെക്കേണ്ടി വരുമോ? അത് കടമറ്റോ? അപ്പൊ നിങ്ങളെ കണ്ടുപിടിക്കുന്നില്ല? അല്ല, കടമട്ടം. മറ്റൊന്നല്ല, കടമട്ടം. അപ്പൊ ക്ലിയർ ആയി. അങ്ങനെ കടമട്ടം എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയിട്ടുണ്ട്. കടമറ്റം നമ്മുടെ നാട്ടിലുള്ളതല്ലോ. അതെ, കടമറ്റത്ത് കത്തനാര്. ഹായ്, ഇതാ ലയങ്ങള്, എസ്റ്റേറ്റ് ലയങ്ങള് നമുക്കിവിടെ നോക്കി കഴിഞ്ഞാൽ കാണാം. ക്യാൻറ്റീൻ ഇതുമല്ലല്ലോ. ഓക്കെ, ഒരു ജുമാ മസ്ജിദ് ഉണ്ടായിരുന്നു അവിടെ. ഓ, ഇവിടെ നോക്കിയേ അല്ലേ വീടുകളിരിക്കുന്നത്. ആ, ഇനിയിപ്പോ എസ്റ്റേറ്റില് ഏറ്റവും കൂടുതലൊക്കെ അല്ല എസ്റ്റേറ്റ് തൊഴിലാളികളൊക്കെ തമിഴ്നാട്ടുകാരാണ്. തമിഴരാണ്. അതെ. ഇവിടെയാണ് ചെക്ക് പോസ്റ്റ് അല്ലേ? ഓക്കെ. ഓ, നോക്കിയേ. ഓ, എന്താ രസമല്ലേ, ഭംഗി നോക്കിയേ. നല്ല ഭംഗിയുള്ള ഒരു എസ്റ്റേറ്റ്. എന്തുവാണ് ഇത്? സർക്കാരിന്റെ എന്തോ ബിൽഡിംഗ് ആണ്. പോലീസ് സ്റ്റേഷനാണ്. അപ്പൊ ഇവിടെ കൊടുക്കണ്ടേ സംഭവം? ഹോം സ്റ്റേ എന്നല്ലേ എഴുതിയേക്കണേ. ഓക്കെ, ചെക്ക് പോസ്റ്റ് വായിച്ചാല് അത് തന്നെ. അപ്പൊ നിങ്ങൾ കൊണ്ടുപോയിട്ട് കാര്യങ്ങളൊന്ന് സെറ്റ് ചെയ്യും. എന്തായാലും ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞാൽ മതി. ഞങ്ങളൊരു ഊണ് കഴിക്കാൻ പോകുന്ന പേര് പറഞ്ഞാൽ മതി. എന്ത് പറഞ്ഞു? അപ്പൊ നമ്മൾ അവിടെ കൊടുത്തു. നമ്മുടെ സമയം കറക്റ്റ് അല്ലേ? നമ്മുടെ സമയം കറക്റ്റാ ആണല്ലേ? ഞങ്ങള് പട്ടാളത്തിലായിരുന്നു പറഞ്ഞില്ലായിരുന്നു? ബഹു കണിച്ചക്കാരെ ഞങ്ങൾ ഒരു നിമിഷം പോലും താമസിക്കാത്ത പറഞ്ഞില്ലേ? നീ പൊക്കോളം പറഞ്ഞോളൂ. ആണോ? അപ്പൊ ഫുഡ് കഴിക്കാൻ പറഞ്ഞില്ല അവര്? ഫുഡ് കഴിക്കാൻ നമുക്ക് അല്ല, അവരോട് ചോദിക്കാൻ പറ്റുന്നോ? സാറേ ഫുഡ് വല്ലതും ഉണ്ടായിരുന്നു? ഞങ്ങള് കൊണ്ടായിരുന്നേ. ഞാൻ മലക്കപ്പാറ എത്തിയുള്ളൂ. മലക്കപ്പാറ ഇനിയിപ്പോ അങ്ങോട്ട് റേഞ്ച് ഉണ്ടാവും. പോവാ. ഓ, നിങ്ങൾ വിളിച്ച് ഇൻഫർമേഷൻ പാസ് ചെയ്യണോ? ഇല്ല, കുറച്ച് മെസ്സേജ് റേഞ്ച് എന്ന് കഴിഞ്ഞപ്പോൾ എന്തൊരു ആശ്വാസം അല്ലേ. അപ്പോൾ അങ്ങനെ ചെക്ക് പോസ്റ്റിൽ എല്ലാ കാര്യങ്ങളും ക്ലിയർ ചെയ്ത് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അണ്ണാ, ഇതൊന്നും തുറന്നു തന്നിരുന്നെങ്കിൽ ഞങ്ങളങ്ങ് പൊക്കോണ്ടേ. ഇത് തുറക്കാൻ പറ്റൂല ചേട്ടാ? ഇതും തുറക്കോ? ഓക്കെ, താങ്ക് യു. അതെ, 4 members 499. അപ്പൊ ഒരാൾക്കോ 900 ഉള്ളൂ. അപ്പൊ ഇവിടെ ആയിരിക്കും താമസിക്കാൻ. കുഴിയുണ്ട്, ചേർക്കല്ലേ? എന്തായാലും അവര് ശരിച്ചായിട്ടാണ് കോൺക്രീറ്റ്. അത് നന്നായി. അങ്ങനെ കാടിനോട് വിട പറഞ്ഞ് തേയിലത്തോട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇനി തേയിലത്തോട്ടങ്ങളിൽ പണിയെടുക്കുന്ന ആൾക്കാരെയൊക്കെ കണ്ടുപോകാം. പിന്നെ വരുന്ന വഴിയിൽ റബ്ബർ തോട്ടങ്ങളിൽ പണിയെടുക്കുന്ന റബ്ബർ ടാപ്പിംഗ് തൊഴിലാളികളെ കണ്ടു. അങ്ങനെ ഓരോ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ ഇങ്ങനെ അങ്ങ് പോവുകയാണ്. അല്ലേ അനുവേ? നല്ലൊരു വ്യൂ ആട്ടോ ഇവിടെ നോക്കുമ്പോ. തേയില കുറച്ചും കൂടെ ഒരു ഭംഗിയായിട്ട് നട്ടിരുന്നെങ്കിൽ അതൊരു നല്ലൊരു ഫീൽ കിട്ടിയേനെ. എന്തായാലും നല്ലൊരു ലാൻഡ്സ്കേപ്പ് അല്ലേ? നല്ലൊരു ലാൻഡ്സ്കേപ്പ്. പണ്ട് ശരിക്കും പറഞ്ഞല്ലോ, ഞാൻ വന്ന സമയത്ത് ഈ റോഡ് ഭയങ്കര മോശമായിരുന്നല്ലോ. അപ്പൊ വാൽപ്പാറ, അതായത് ഈ നമ്മുടെ കേരള ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് അങ്ങോട്ട് പോകുമ്പോൾ നല്ല റോഡായിരുന്നു. അന്ന് നമുക്ക് പുതിയ പറഞ്ഞു ഈ വഴിക്കൂടെ യാത്ര ചെയ്യാൻ വേണ്ടി. പക്ഷെ ഇന്ന് നമ്മുടെ കേരളത്തിലുള്ള ആളുകൾ എന്തായാലും ആ റോഡ് അവിടെ മോശമായിരിക്കും. എനിക്ക് മിക്കവാറും അങ്ങനെ വരാൻ സാധ്യതയുണ്ട് കേട്ടോ. അതെ, ഇങ്ങോട്ട് മഴയൊന്നും ഇല്ല കേട്ടോ നിലവില്. അതെ, ഇതുണ്ട് ഈ ഹോട്ടല്, ഈ കാണുന്നത് ഹോട്ടൽ. ഈ ഹോട്ടല് ഇതൊരു ചേച്ചിയുടെ ഹോട്ടലാണ്. ചേട്ടൻ നടന്നു, കുഴപ്പമില്ല. അല്ല, ഇതല്ല. ഇവിടെ ഒരു ഹോട്ടൽ ഉണ്ടാകുന്നല്ലോ. അത് ഇന്നലെ വരെ ഉണ്ടായിരുന്നു, ഇന്നിപ്പില്ലെന്നാണ്. അല്ല, അവിടെ ബോർഡർ കാണായിരുന്നു. ഒരു മിനിറ്റ്, കുറച്ചുകൂടെ ബോർഡറിന് തൊട്ടടുത്തായിരുന്നു. എല്ലാം അനുവിന്റെ ഒരു വിശ്വാസം. അല്ല, ആ ചേച്ചി അത്യാവശ്യം മലയാളിയാണ്. മലയാളി ചേച്ചിയാണ്. ഓക്കെ, അതാ ബോർഡർ അടുത്തെത്തി.
വാൽപ്പാറ 26, പൊള്ളാച്ചി 82. ഇനി നമ്മൾ നേരെ തമിഴ്നാട്ടിലേക്ക് കിടക്കാൻ പോവുകയാണ് താമസിക്കാതെ. അതിന് മുന്നേ എങ്കിലും അനൂപ് ഭക്ഷണം അപ്പുറത്ത് പോവാം. മുഡീസ് അങ്ങനെയൊക്കെ സ്ഥലമുണ്ടോ? മുഡീസ് വല്ലാത്തൊരു പേരല്ല. ഹോട്ടൽ മലക്കപ്പാറ. അങ്ങനെ പറ. ഹോട്ടൽ മലക്കപ്പാറ പേര് പിടി കിട്ടി. ബാബാല ഇവിടെ ഇടാൻ പറ്റില്ല, അവിടെ ഇട്ടു. ആ ഒരു ഭാഗത്തേക്ക് കാർ പാർക്കിംഗ് പിന്നെ ഇല്ലെങ്കിൽ പിന്നെ ഉണ്ടാക്കി കഴിച്ചിട്ട് പോകും. ചേച്ചിയുടെ ഫുഡാ ഇവിടെ തൊട്ടിടണ്ടോ? ഞാൻ പറഞ്ഞില്ലേ തൊട്ടടുത്ത് ബോർഡർ അവിടെ ചെക്ക് പോസ്റ്റ് ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തുകയാണ് സുഹൃത്തുക്കളെ. ഫുഡ് കഴിച്ചിട്ട് പോകാൻ. അങ്ങനെ മലക്കപ്പാറ എത്തിയല്ലേ. ഇനിയിപ്പോൾ അടുത്ത നമ്മുടെ ലക്ഷ്യം എത്രയും പെട്ടെന്ന് ഫുഡ് കഴിക്കുക എന്നുള്ളതാണ്. ഫുഡ് കഴിച്ചിട്ട് നമുക്ക് നേരെ ഇനി വാൽപ്പാറയ്ക്ക് വെച്ച് പിടിക്കാം. അനില് വണ്ടിയുടെ ഡോർ തുറക്കുന്ന ഒരൊറ്റ ഓർമ്മ മാത്രമേ എനിക്കുള്ളൂ. പിന്നെ ഒരൊറ്റ ഓട്ടോ ആയിരുന്നു. പാവം വിശന്ന് കണ്ണു കാണാൻ മേലാത്ത അവസ്ഥ എത്തി. എന്തായാലും അത് കൊള്ളാം. എന്തായാലും അനിൽ ബ്രോയ്ക്ക് നല്ല രീതിയിൽ വിശന്നു കേട്ടോ. നമുക്ക് അങ്ങനെ ബുദ്ധിമുട്ടില്ല. സ്ഥിരമായിട്ട് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്നവരെ സ്ഥിരമായിട്ട് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്നവർ എന്തായാലും അവർക്ക് നല്ല വിശപ്പുണ്ട്. നമ്മൾ പിന്നെ ശീലിച്ചുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ നമ്മൾ ചെക്ക് പോസ്റ്റിന്റെ അടുത്ത് എത്തിയിരിക്കുകയാണ് തമിഴ്നാടിന്റെ. ഇനി ഇവിടെ നിന്ന് നേരെ പോയി കഴിഞ്ഞാൽ അങ്ങോട്ട് പോകും. ഇവിടുന്ന് വാൽപ്പാറ 25 കിലോമീറ്റർ, പൊള്ളാച്ചി 82 കിലോമീറ്റർ, കൊടൈക്കനാൽ 201 കിലോമീറ്റർ, ഊട്ടിക്ക് 213 കിലോമീറ്റർ. അപ്പം രണ്ട് വഴിയാണ്. ഊട്ടി കൊടൈക്കനാൽ റൈറ്റ്, നമ്മുടെ താഴത്തോട്ട് നേരെ വാൽപ്പാറ. അപ്പോ പൊള്ളാച്ചിക്ക് 82 ഉള്ളൂ അല്ലേ? പൊള്ളാച്ചി പോയി തേവരൊക്കെ കണ്ടാലോ. ആദ്യം പോയി ഫുഡ് കഴിക്കാം. നല്ല റെഡി ആയിട്ട് വിളിച്ചോണ്ടിരിക്കുക. ഇവന്മാരെ കാണുന്നില്ല, കുറെ നേരമായല്ലോ. സന്തോഷം. മല്ലിക ചേച്ചിയുടെ കട. മല്ലിക ചേച്ചിയുടെ കട മലക്കപ്പാറ. അപ്പൊ നിങ്ങൾ ധൈര്യമായിട്ട് മലക്കപ്പാറ മല്ലിക ചേച്ചിയുടെ കടയിൽ കയറി ഫുഡ് കഴിക്കാം. ഓക്കെ, ഇവിടെ കൈ കഴുകിട്ടങ്ങ് പോവാം. ചോറ് കിട്ടി. സെറ്റാണോ? ചോറ് കിട്ടി. അവിടെ പോയി അടുക്കളയിൽ പോയി എടുത്തിട്ടാണോ? അടുക്കളയിൽ പോയിട്ട് എടുത്തിട്ടാ? അങ്ങനെ ഒരു വഴിയില്ല. ഇവിടെ ആരും കാണുന്നില്ല. നിങ്ങൾ അടുക്കളയിൽ പോയി തന്നെ എടുക്കാം. നമ്മുടെ അനിൽ ബ്രോയ്ക്ക് ഫുഡ് കിട്ടിയിരിക്കുകയാണ്. എന്തൊക്കെയാണ് മെനു? റൈസ്, സാമ്പാർ, പരിപ്പ് കറി, വാഴയ്ക്ക മെഴുക്കുവരട്ടി, അല്ലേ, അച്ചാറ്. നല്ല വിശപ്പ് വന്നപ്പോ ഫുഡ് കറി ഒരു വിഷയമല്ല. നമുക്ക് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് ഇനി എന്ത് കഴിച്ചാലും ടേസ്റ്റ് ആയിരിക്കും. അതെ, നമ്മൾ രാവിലെ 8:15 ഫുഡ് കഴിച്ചാൽ ഇപ്പൊ സമയത്തായി 3:15 അതുപോലെ നിങ്ങൾ ഡ്രൈവ് ചെയ്തത് 10:20 എന്ന് പറഞ്ഞില്ല. നമ്മള് പിന്നെ പയ്യെ ഷൂട്ട് ചെയ്തല്ലേ എല്ലാം പോകുന്നത്. അതാണ് നമ്മൾ വെച്ച് പിടിപ്പിച്ച 2.5 മണിക്കൂർ കൊണ്ട് ഇവിടെ എത്താട്ടോ. പക്ഷെ 2.5 ഒരു 3-3.5 മണിക്കൂർ കൊണ്ട് എത്താം. അതെ, ഒരു ഓംപ്ലേറ്റ് കൂടെ വാങ്ങിക്കാം അല്ലേ? പറഞ്ഞായിരുന്നു. എനർജി ആശാനെല്ലാം പറഞ്ഞ് സെറ്റാക്കി വെച്ചിരിക്കുക. ഞാനുണ്ടല്ലോ ആദ്യമായിട്ട് ഈ മല്ലിക ചേച്ചിയുടെ ഹോട്ടലിനെ കുറിച്ച് ആദ്യമായിട്ട് പറയുന്നത് നമ്മുടെ KSRTC ട്രിപ്പ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്ന് ഇവിടുന്ന് ഫുഡ് കഴിച്ചത്. അപ്പൊ നമ്മുടെ ഇടയ്ക്കൊന്നും നിർത്തിയില്ല. അത്യാവശ്യം നല്ല ഫുഡായിരുന്നു അന്ന് കഴിച്ചോട്ടോ. ചോറ് അത് പറഞ്ഞ ചോറ് കൊണ്ടുവരും പറയാം. ബാക്കിയുള്ള കാഴ്ച കഴിപ്പിന് ശേഷം. അനുഭവം കഴിക്കുന്നത് ഞങ്ങൾ ആരെയും കാണിക്കില്ല. അപ്പോൾ എന്തായാലും നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ കാർ പാർക്ക് ചെയ്ത് അതേ സ്ഥലത്ത് തന്നെ എത്തിയിരിക്കുകയാണ് അല്ലേ? എന്തായാലും അനിൽ ബ്രോയ്ക്ക് സന്തോഷമായി. വിശപ്പൊക്കെ ആദ്യമേ ചോദിച്ച ബിരിയാണി ഉണ്ടോ? അപ്പൊ ചേച്ചി പറഞ്ഞു ഇവിടെ വെറും വെള്ളച്ചോറ് മാത്രം കിട്ടാണെന്ന് പറഞ്ഞു. അങ്ങനെ ഒന്നും കഴിക്കാല്ലേ? ബിരിയാണി കഴിക്കാമല്ലോ. ബിരിയാണി കഴിക്കും. ഹെൽത്തൊക്കെ നോക്കി കാർബോയും അതൊക്കെ നോക്കിയേ പുള്ളി ഭക്ഷണം കഴിക്കുള്ളൂ. അതായത് കാർബോ 200 ഗ്രാം, പ്രോട്ടീൻ ഒരു 150 ഗ്രാം, അങ്ങനെയുള്ള ഫുഡുകളൊക്കെ കഴിക്കുള്ളൂ. അപ്പൊ എന്തായാലും പുള്ളിയുടെ ജീവിതം മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത്. അപ്പൊ ഇനി നമ്മുടെ യാത്ര ഇവിടെ നിന്ന് നേരെ വാൽപ്പാറ ഒരു ആളിയാർ വഴി. ഇനി എത്ര ദൂരം ഉണ്ടായിരിക്കും വാൽപ്പാറ? ഏകദേശം ഒരു 25 കിലോമീറ്റർ. 25. ഈ ചെക്ക് പോസ്റ്റ് കടന്നു പോകണ്ടേ? അവിടെ ഇനിയിപ്പോ വല്ല പേപ്പർ കൊടുക്കണോ? അവിടെ അറിയില്ലോ. കിടതാപ്പി പോയി നോക്കി അറിയാം. പണ്ടില്ലായിരുന്നു. പിന്നെ ഇപ്പോഴും ഇല്ല. അല്ല, മാറ്റങ്ങൾ ഇവിടെ പെട്ടെന്നായിരിക്കും മാറ്റങ്ങൾ തന്നെ. അങ്ങനെ ഉണ്ട്, മാറിക്കൊണ്ടിരിക്കുന്ന ലോകം എന്നല്ലേ പറഞ്ഞു ഇവിടെ. അപ്പൊ പിന്നെ കുഴപ്പമില്ല. കിടതാപ്പി എല്ലാം കൂടെ കൊടുത്തിട്ട് വേണമെങ്കിൽ പോവാം. അല്ല, നമ്മുടെ നമുക്ക് മല്ലിക ചേച്ചിയോട് യാത്ര പറഞ്ഞ് നമ്മൾ നേരെ ഇനി വാൽപ്പാറയ്ക്ക് പോവാം. വാൽപ്പാറ. ഓക്കെ, സെറ്റ്. വാ, കഴിക്കും. നമ്മൾ പോകുന്നത് ഇങ്ങോട്ടേക്ക്, വാൽപ്പാറ ഇങ്ങോട്ടാ അല്ലേ? ഓക്കെ. ഇവിടെ വേറെ പ്രത്യേകിച്ച് ചെക്ക് പോസ്റ്റില് വേറെ ചോദ്യമൊന്നും ചോദിച്ചില്ല. എന്തോ ഇവിടെ ആളില്ല, എഴുതി കൊടുക്കാനായിട്ട് ആളില്ലല്ലോ. ഇപ്പൊ ആളില്ലല്ലോ. നമ്മുടെ ആള് ഓപ്പൺ ആക്കിക്കോല്ലേ?
ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുകയല്ലേ. ചെക്ക് പോസ്റ്റ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ വന്നിട്ട് ഇവിടെ എഴുതി വെക്കണം എന്ന് പറഞ്ഞാൽ ശരിയല്ലോ. അങ്ങനെ ടാറ്റയുടെ ടി എസ്റ്റേറ്റിലൂടെയാണ് നമ്മുടെ യാത്ര. അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ടാറ്റ ടി എസ്റ്റേറ്റ്. അവിടെ അവർക്ക് കോഫി പ്ലാൻ ഉണ്ടല്ലോ, നമ്മൾ കണ്ടില്ല വരുന്നത്. അതാണ് കൊളുന്ത് നുള്ളിക്കൊണ്ട് പോവാണ് അവര്. അങ്ങനെ അനുവേ നമ്മൾ തമിഴ്നാട്ടിലേക്ക് കയറി. മോനെ ഇനി പഴശ്ശിയുടെ യുദ്ധം കമ്പനി കാണാതിരിക്കുന്നുള്ളൂ. ഇനി ശരിക്കും നമുക്കൊരു മലയാളത്തിന് ടച്ച് വന്ന വരെ നമുക്കൊരു തമിഴ് ഫീൽ ആയിരിക്കും. അതാണ് ഇനി നമ്മൾ ഇനി അതൊക്കൊന്നുമേ സൊല്ല മുടിയാതെ നേരെ പോവാ. അതാണ് ഇനി നമ്മൾ ചിന്നാറിൽ എത്തുമ്പോഴാണ് ഇനി പിന്നെയും കേരളത്തിലേക്ക് കയറുന്നത്. അവിടെ കേരളയാണോ? അല്ല, ചിന്നാറിന്റെ മുകളിലേക്ക് പിന്നെ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കേരളമായല്ലോ. ഇനിയിപ്പോൾ കുറെ ദൂരം നമ്മൾ തമിഴ്നാട്ടിലൂടെയുള്ള യാത്ര തുടരുന്നതായിരിക്കും. കേരള മണ്ണിനോട് താൽക്കാലികമായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ തമിഴ്നാട്ടിൽ പോകുന്നതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുത്തിരിയല്ല. തമിഴ്നാടിന്റെ സ്വന്തം ആളാ. അതാണ് തമിഴ്നാടിന്റെ തോഴനായ ഞാന്. ഇതൊക്കെ എന്ത് എന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥ ഇപ്പം. അതായത് ബീബ്രോ സ്റ്റോറീസിന്റെ വീഡിയോസ് നിങ്ങൾ സ്ഥിരമായിട്ട് കാണുന്ന ആളാണെങ്കിൽ എവിടെ നോക്കിയാലും കേട്ടോ ഇതുപോലുള്ള ബിൽഡിങ്ങുകൾ ഉണ്ടാവും വീഡിയോക്കകത്ത്. എവിടെ നോക്കിയാലും ഇതേ പെയിന്റ്. നിങ്ങൾ വിജയുടെ സിനിമ കാണുമ്പോലെ എവിടെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റില്ല അത് ഏത് സ്ഥലമാണ്, എല്ലാം ഒരുപോലെ ഇരിക്കും. എന്തായാലും കൊള്ളാം. എന്താണ് അവരുടെ ഉദ്ദേശം എനിക്ക് മനസ്സിലായിട്ടില്ല. ഉദ്ദേശം പ്രത്യേകിച്ചൊന്നുമില്ല, സ്പീഡ് കുറച്ച് പോവുക, പരമാവധി സേഫ്റ്റി ആയിട്ട് ഡ്രൈവ് ചെയ്യുക എന്നുള്ളതാണ്. അല്ല, ഇവിടുന്ന് വാൽപ്പാറയ്ക്ക് എത്ര ദൂരം ഉണ്ട്? 20 കിലോമീറ്റർ ഉണ്ടല്ലേ? ഉണ്ടല്ലേ? ഇത് ഓടിയിട്ടൊന്നും എത്തുന്നില്ല. 1:30. അപ്പൊ 4:30 ആകുമ്പോ എത്തും. അപ്പൊ 4:30 ടു മറയൂർ. അവിടുന്ന് വീണ്ടും ഒരു 2-3 മണിക്കൂറുണ്ട്. അല്ല, വേറെ കാര്യം, വണ്ടിയെ കിടന്നുറങ്ങേണ്ടി വരും. റൂമും ബുക്ക് ചെയ്തിട്ടില്ല. അതാണ് ഇപ്പോഴത്തെ ആദ്യമായിട്ട് പോണേ. അതാണ് പോയിട്ട് അവസാനം കടത്തന്നെ കിടന്നുറങ്ങേണ്ടി വരും തോന്നുന്നു. അവിടെ കാന്തല്ലൂർ ഏതെങ്കിലും കുഞ്ഞ് ഹോംസ്റ്റേ ഉണ്ടെന്ന് അല്ലെന്ന് ഇരിക്കുമ്പോ ചെക്ക് ചെയ്ത് നോക്കിയോ. അവിടെ അല്ലെങ്കിൽ booking.com നോക്കിയാലും കിട്ടും. തട്ടി കൊടുക്കാൻ സയന്റിസ്റ്റ് ആയിട്ട് പ്രത്യേക ഓഫർ ഇടും. അതാണ് മറയൂർ നോക്കിയാലും കുഴപ്പമില്ല, കാന്തല്ലൂർ നോക്കിയാലും കുഴപ്പമില്ല. ഇതാണല്ലേ ഷോളർ ഡാം. ഓക്കെ, അങ്ങനെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ ഒരു വഴിയിലേക്ക്. ഞാൻ ഈ ഡാമിന്റെ അവിടെ വരെ വന്നിട്ടുണ്ട്, തിരിച്ചു വന്നു. പണ്ട് ഫോട്ടോസ് എടുക്കുന്നുണ്ട് കാലഘട്ടങ്ങളിലാണ്. ഓക്കെ ഓക്കെ, അല്ലേ? നല്ല ഭംഗിയായിട്ടുണ്ടല്ലേ? അത്യാവശ്യം സെറ്റ് സ്ഥലം കേട്ടോ. ആ പതഞ്ഞ് നിറഞ്ഞ് അല്ലേ, പതഞ്ഞിങ്ങനെ താഴേക്ക് ഒഴുകുന്ന കാഴ്ച കാണാൻ നല്ല ഭംഗിയാണ്. ഷോളയാർ ഡാം പാർക്ക് എന്ന് പറയുന്നത് കുറെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ബ്ലാക്ക് പാന്തർ ഉണ്ട്, അതുപോലെ എലിഫന്റ് ഉണ്ട്. നിങ്ങൾ പറഞ്ഞ ബ്ലാക്ക് പാന്തർ കണ്ടില്ലെന്ന് പറഞ്ഞത്. കുറെ സാധനങ്ങൾ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കാളെ വേണമെങ്കിൽ തരാം, 2 കൊണ്ടുവന്നു. നമ്മള് ഇവിടെ ഇറങ്ങിയിട്ട് അധികം സമയം കളയാൻ നമുക്ക് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വിട്ടുപോവാ. അപ്പൊ നിങ്ങൾ ഈ വഴി വരുമ്പോ എന്തായാലും പാർക്കിലൊക്കെ കയറി കുട്ടികളെ മുകളിലോട്ട് പോവാം വേണമെങ്കിൽ കേട്ടോ. ഡാമിന്റെ ഭംഗിയുള്ള കാഴ്ചയൊക്കെ കാണാം. അതെ, ഇനി 23 കിലോമീറ്റർ ഉണ്ട് നമുക്ക് യാത്ര ചെയ്യാൻ വേണ്ടി. വാൽപ്പാറ 23, പൊള്ളാച്ചി 80. പൊള്ളാച്ചി പോയിട്ട് നല്ല സീനിക് ബ്യൂട്ടികൾ കണ്ടാലോ. അതെ, നല്ല ലാൻഡ്സ്കേപ്പ് അവിടുത്തെ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലങ്ങളാട്ടോ. നമ്മൾ തമിഴ്നാട്ടിലൂടെ ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ടല്ലോ. കുറെ ആൾക്കാർ ചോദിക്കാറുണ്ട് തമിഴ്നാട്ടിൽ ഏതാ നല്ല സ്ഥലം എന്നൊക്കെ ചോദിക്കും. അപ്പൊ ഞാൻ 3 സ്ഥലങ്ങളാണ് പ്രധാനമായിട്ട് പറയുന്നത്. 1 തെങ്കാശി, 2 പൊള്ളാച്ചി, 3 കമ്പം. ഇത് 3 ബോർഡർ സൈഡാണ് നമ്മുടെ കേരളത്തിന്റെ. അതിന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാലാവസ്ഥ അത്യാവശ്യം കുഴപ്പമില്ല. പിന്നെ അതോടൊപ്പം തന്നെ നല്ല ഭംഗിയുള്ള ലാൻഡ്സ്കേപ്പുകളുള്ള സ്ഥലങ്ങളാണ് ഈ 3. നിങ്ങൾ പറഞ്ഞതുപോലെ ഇപ്പൊ തേന്മാവും കൊമ്പത്ത് സിനിമ അത് ഷൂട്ട് ചെയ്തിരിക്കുന്നത് പൊള്ളാച്ചിയിലാണ് കുറേ ഭാഗങ്ങൾ. പിന്നെ അതോടൊപ്പം തന്നെ തെങ്കാശിയിൽ ചിത്രീകരിച്ച ഒരുപാട് മലയാള സിനിമകളുണ്ട്, തമിഴ് ഫിലിമുകളുണ്ട്. അതോടൊപ്പം തന്നെ കമ്പം ഭാഗത്ത് ചിത്രീകരിച്ചിരിക്കുന്ന കുറേ സിനിമകളുണ്ട്. അപ്പം അങ്ങനെ സിനിമാക്കാരുടെ ഇഷ്ടപ്പെട്ട ലൊക്കേഷൻ ഇതൊക്കെ തന്നെയാണ്. കാരണം പ്രധാനമായിട്ടും ആ ഒരു ലാൻഡ്സ്കേപ്പും ആ ഒരു പ്രദേശത്തിന്റെ ഭംഗി തന്നെയാണ്. അത് പറഞ്ഞറിയിക്കാനായിട്ട് സാധിക്കില്ല. അപ്പം നിങ്ങളൊക്കെ ഇനി ആ വഴിയിലൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ആളിയാർ ഡാം 54 കിലോമീറ്റർ ഉണ്ട് കേട്ടോ മോനെ. ഇനി അതിന് 2 മണിക്കൂർ വേണം അല്ലേ? പിന്നെ ഒരു കാര്യമുണ്ട്, എനിക്കും അനിൽ ബ്രോയ്ക്കും കൂടെ ചായ കുടിക്കാൻ നിർത്തി തരണേ. ചായ മിക്കവാറും ഇവിടെ കട നിങ്ങളായിട്ട് ഉണ്ടാക്കണമായിരിക്കും. അല്ല, പോകുന്നവഴിക്കൊക്കെ കാണും. ഷോളയാർ ഡാമിന്റെ വ്യൂ പോയിന്റ് ആണ്. ഓക്കെ, അത് കൊള്ളാം. അങ്ങോട്ടൊക്കെ ആൾക്കാർ നടക്കുന്നുണ്ടല്ലേ ആ ഭാഗത്തേക്കൊക്കെ? അതാണ് വിഷയം. ഇവിടെ നമുക്ക് ശരിക്കും ഫോട്ടോഗ്രാഫി അവർ അനുവദിക്കുകയല്ല. നമ്മൾ ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും എന്നൊക്കെ പറഞ്ഞു വരും. പണ്ടൊക്കെ ഈ സ്ഥലങ്ങളിൽ എന്തായാലും എനിക്ക് തോന്നുന്ന പട്ടയൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. ഇത് ആ കാണുന്ന എസ്റ്റേറ്റുകളൊക്കെ ടാറ്റയുടെ ആണല്ലോ. അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ ചില സ്ഥലങ്ങളിൽ ഫോറസ്റ്റ് ലാൻഡൊക്കെ ഉണ്ട്, അത് സർക്കാരിൻ്റെ ആയിരിക്കും. ഈ ലയങ്ങളിൽ പണിയെടുക്കാൻ വന്നേക്കുന്ന ആൾക്കാർ എന്തായാലും ഇവിടെ താമസം ഉറപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ പല സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ നമുക്കത് അറിയാൻ കഴിയും. പല ആൾക്കാരും നമ്മളോട് പറയാറുണ്ട്. അപ്പോൾ നമ്മൾ ഇടുക്കി തന്നെ ഉദാഹരണമായിട്ട് എടുത്തു കഴിഞ്ഞാൽ മൂന്നാറൊക്കെ വന്നതിൻ്റെ പ്രധാന ഉദ്ദേശം എങ്ങനെയാണ്? മൂന്നാർ എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു നഗരം പണ്ട് ഉണ്ടായിരുന്ന എങ്ങനെയാണ്? ആ ഒരു എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. പഴയ ചരിത്രമൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് നമുക്കറിയാൻ പറ്റും. ഞാൻ അതിനെക്കുറിച്ചൊക്കെ മുന്നേ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓരോ സ്ഥലത്തിനും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. ആൾക്കാർ കുടിയേറി പാർത്തതിന് പ്രത്യേകതകളുണ്ട്.
ഇവിടെയും ഈ ഒരു എസ്റ്റേറ്റ് വന്നതോടുകൂടി ഇവിടെ കുറേ ആൾക്കാർ വന്നു, ഇവിടെ താമസം ഉറപ്പിച്ചു, ലയങ്ങളിൽ താമസിച്ചുകൊണ്ട് ജോലികൾ എടുത്തു തുടങ്ങി. അങ്ങനെ ഈ എസ്റ്റേറ്റും ഈ ഒരു പരിസരവും ഒക്കെ അങ്ങ് വികസിച്ചു. പിന്നെ മാത്രമല്ല സർക്കാരിൻ്റെ ഡാമിൻ്റെ ഡാം പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് കുറേ ആൾക്കാർ വന്നിട്ടുണ്ടാവാം. അങ്ങനെ ആണ് ഈ ഒരു പ്രദേശത്തുള്ള ആൾക്കാരുടെ ഒരു ഉപജീവന മാർഗവും ജീവിതമൊക്കെ പറയുകയാണെങ്കിൽ മുന്നോട്ട് പോകുന്നത്. അങ്ങനെ വാൽപ്പാറയിലേക്ക് എത്തിച്ചേരാനായിട്ട് ഇനി അധികം ദൂരമില്ല, ഒരു 3 കിലോമീറ്റർ അത്രേ ഉള്ളൂ. പക്ഷേ എത്തുന്നതിന് മുന്നേ ഉള്ള ഒരു കാഴ്ച എങ്ങനെയുണ്ട്? അടിപൊളി. ഇത്ര നേരം നിങ്ങൾ തേയിലത്തോട്ടത്തെ കുറ്റം പറഞ്ഞിട്ട് തേയിലത്തോട്ടം ഒട്ടും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതെ, കാരണം അല്ല അടുപ്പിച്ചല്ലോ തേയില, ഇങ്ങനെ ഒരു തേയില എവിടെയാണെങ്കിൽ മറ്റേ തേയില അപ്പുറം. അതാണ് ഭംഗിയില്ല. ഈ സ്ഥലത്തോ ഇവിടെ അടിപൊളിയാട്ടോ. അപ്പം നമ്മുടെ ഇത്രയും നേരത്തെ ആ സങ്കല്പങ്ങളൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് ടാറ്റ എസ്റ്റേറ്റ് വളരെ ഭംഗിയായിട്ട് ഇവിടെ തേയില നട്ടു വെച്ചിട്ടുണ്ട്. നല്ലൊരു കാഴ്ച അല്ലേ? ഒരുപാട് ആൾക്കാർ ഇവിടെ നിർത്തി, വാഹനമൊക്കെ നിർത്തി ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ ഫാക്ടറി അങ്ങ് ദൂരെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം അങ്ങനത്തെ കുറച്ച് കാഴ്ചകളാണ് ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണാൻ കഴിഞ്ഞത്. പിന്നെ ഇതൊരു അനിമൽ ക്രോസിംഗ് ഏരിയ ആണ്. ഇതിന്റെ ഇടയ്ക്കൂടെ ആനയൊക്കെ വന്ന ഒരു സ്ഥലങ്ങളാണ്. അതെ അതെ, പല സ്ഥലങ്ങളിലും ബോർഡൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ വാൽപ്പാറയ്ക്ക് പോകുമ്പോൾ കാട്ടുപോത്തിനെ കാണാൻ പറ്റിയൊരു സ്ഥലങ്ങളാണ് ഇതൊക്കെ. പിന്നെ ഒത്തിരി ഉണ്ട്. അല്ല ബ്രോ, നിങ്ങളൊന്നും ഉണ്ടായിരിക്കുന്നു, ഉറങ്ങുവാണോ? കാഴ്ച കണ്ട് മയങ്ങിപ്പോയി. അല്ലിങ്ങനെ ആസ്വദിച്ച് അതിങ്ങനെ ഇരിക്കും, പക്ഷെ അത് പറയാനല്ലിങ്ങനെ ആലോചിക്കും പറഞ്ഞത് എന്താണെന്ന്. മലയാളത്തിലേക്ക് കൺവേർട്ട് ചെയ്ത് പറയാൻ അല്ലിങ്ങനെ കുറെ നാളുകൾ ഇങ്ങനെ എങ്ങനെയാണ് മലയാളത്തിൽ സംസാരിക്കുന്നത് ആലോചിച്ചിരുന്നത്. എന്തായാലും ഇങ്ങനെ ഓരോ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ യാത്ര മുന്നോട്ട് തുടരുകയാണ്. ഇനിയിപ്പോ പറഞ്ഞ പോലെ 3-4 കിലോമീറ്ററോടെ കഴിഞ്ഞാൽ നമ്മൾ വാൽപ്പാറ അല്ലേ, വാൽപ്പാറ എത്തിച്ചേരും. പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരെ മറയൂർ അല്ലേ, ആളിയാർ ഫോറസ്റ്റ് റൂട്ടാണ്. ഇനിയിപ്പം രാത്രിക്ക് മുന്നേ ആളിയാർ ഡാമൊക്കെ ഉണ്ട്. ആളിയാർ ഡാമൊക്കെ ഉണ്ട്. ഇനി നമുക്ക് അതിന് മുന്നേ എത്താൻ പറ്റും തോന്നുന്നില്ല, രാത്രിക്ക് മുന്നേ എത്താൻ പറ്റില്ല. രാത്രിക്ക് മുന്നേ നമുക്ക് അത്യാവശ്യം കാഴ്ചകളൊക്കെ കാണാൻ പറ്റുമെന്ന് കരുതുന്നു. ബാക്കിയുള്ള കാഴ്ച നമ്മൾ നേരം വെളുത്തിട്ട് കാണിക്കാം. അതല്ലേ പറ്റുള്ളൂ. അതെ, ടോർച്ച് അടിച്ച് കാണിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളല്ലേ. അതുവരെയുള്ള കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടില്ലേ? അപ്പോൾ ഇതൊക്കെയാണ് ചെറിയ ചെറിയ കൊച്ചു കൊച്ചു വിശേഷങ്ങളും സന്തോഷങ്ങളും പറയുകയാണെങ്കിൽ. അപ്പോൾ എന്തായാലും ഈ ഒരു മനോഹരമായ ഒരു വ്യൂ കണ്ടപ്പോൾ ഞങ്ങൾ നിർത്തിയതാണ്. എന്തായാലും നഷ്ടം ഉണ്ടായില്ല. അത്യാവശ്യം കുറച്ച് ഫോട്ടോസും കൂടെ എടുത്തിട്ട് നമ്മൾ ഇവിടെ നിന്ന് നമ്മുടെ യാത്ര മുന്നോട്ട് തുടരുകയും ബാക്കി വിശേഷങ്ങളൊക്കെ വഴിയെ പറയുന്നതായിരിക്കും. അതെ. അങ്ങനെ വാൽപ്പാറ ടൗണിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ടൗണാണ്. അപ്പോൾ എന്തായാലും ഒരു ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയതാണ്. കുറേ നേരമായിട്ട് ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് ഇങ്ങനെ അനൂപ് മടുത്തില്ലെങ്കിലും ഞാൻ മടുത്തു. ഡ്രൈവ് ചെയ്യുന്ന കണ്ട് ഞാൻ മടുത്ത. ഇനി ചായ കുടിക്കാം. അനൂപ് ചായ കുടിക്കുന്നില്ല, അനൂപ് അല്ല പച്ചവെള്ളം കുടിച്ചിരിക്കുക. ഇറങ്ങാം. പിന്നെ ഒരു കാര്യമുണ്ട്, നല്ല കോടമഞ്ഞ. അതെ. അപ്പൊ എന്ത് ചെയ്യുമല്ലേ, ഇവിടെ നിന്ന് പളനിക്ക് 104 കിലോമീറ്റർ പോയിട്ട് വേണമെങ്കിൽ മുട്ട അടിച്ചിട്ട് പോരെ. അത് വേണമെങ്കിൽ നല്ലൊരു ചായ കുടിക്കാം. അങ്ങനെ ഇതാ ചായ കുടിക്കാൻ വേണ്ടി ഏതോ ഒരു പേരറിയാത്ത ഗ്രാമത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. അതെ, പേരില്ലാത്ത ഗ്രാമം. അല്ല, പേരുണ്ടാവും. പേരറിയാം മകയിരം നാളറിയാന്ന് പറഞ്ഞ പോലെ. അപ്പൊ ടീ സ്റ്റാൾ കേട്ടോ. ഭാരതി എന്നുള്ള സ്ഥലമല്ല, അത് അവരുടെ ടീ സ്റ്റാളിന്റെ പേരാ. ഇവിടെ നമുക്ക് ചോദിക്കാം ഏതാ സ്ഥലപ്പേരെന്ന്. എന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സെറ്റ് ചെയ്യും. അതെ, ഞാൻ പുറത്തുണ്ട്. 2 ടീ. അനുവാണെ ഇനി ഇത് കയറി പോക്കോ? ഇല്ല, ഞാൻ ഇപ്പൊ പോകില്ല. ആണോ? നാളെ ഉള്ളോ? നാളെ പോ. ഇത് എങ്ങോട്ടുള്ള വണ്ടിയായിരിക്കും? ഇത് എങ്ങോട്ടുള്ള? തിരുപ്പൂര്. അപ്പൊ അത് അതിനോട് ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് പറയുമല്ലോ. അങ്ങനെ തിരുപ്പൂറുള്ള വണ്ടി ഇതാ പോകുന്നു. തിരുപ്പൂർ. അങ്ങനെ നമ്മുടെ ചായ ഇട്ടിരിക്കുകയാണ്. 2 ഷുഗർ കമ്മി ചായ കാണിക്കാൻ പറഞ്ഞു. ഷുഗർ. അങ്ങനെ 2 ചായ കിട്ടിയിരിക്കുകയാണ്, ഷുഗർ കമ്മി. കറക്റ്റായിട്ട് പറഞ്ഞിട്ടില്ലേ? നോക്കട്ടെ, കുടിച്ചു നോക്കട്ടെ. അത് തന്നെ ആണോ? പക്ഷെ നല്ല സ്ട്രോങ് ആട്ടോ. സാധനം നല്ല സൂപ്പർ ചായ. സെറ്റ് സാധനം. അല്ല, തെനുമാകുമ്പോഴത്തേക്ക് ചോദിക്കല്ലേ, ഇങ്ങനെ ചാരി നിന്നിട്ട് പതുക്കെ നൈസായിട്ട് നിന്നിട്ട് ശോകനോട് ചോദിക്കല്ലേ, ഒരു ബണ്ണെടുക്കട്ടെ ബണ്ണ് എന്ന് പറഞ്ഞത് പോലെ. ബണ്ണ് വേണോ? ബണ്ണ് ഒരു ബണ്ണെടുക്കെ ഇടുന്ന്. ചായ കൊള്ളാം കേട്ടോ, ചായ സൂപ്പറായിട്ടുണ്ട്. അമ്മയുടെ ചായ കൊള്ളാമോ? അല്ലേ? നല്ല നല്ല ചായ.
അപ്പോൾ എന്തായാലും ഇനി ചായ കുടിച്ചിട്ട് നമ്മുടെ ബാക്കി യാത്ര തുടരുന്നതായിരിക്കും. ഇനിയിപ്പം വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ചായക്കടയിൽ നിന്ന് പറയാനില്ല. ഇനി എന്തെങ്കിലും കുശലൊക്കെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അനുവിന് പറയാം. ചായ കുടിച്ചോ? ചായ കുടിക്കട്ടെ. ഓ, ഇത് കേരളക്കാരൻ വണ്ടികൾ. കേൾട്ടൻ എവിടെ? കേരളത്തിന് മലപ്പുറം അല്ലേ? കൂടുതൽ ആൾക്കാർ മലപ്പുറത്ത് അല്ലേ വന്നേ? മുഴുവൻ മലപ്പുറത്താണ്. ആൾക്കാർ ഒരുപാട് പേര് യാത്ര ചെയ്യുന്നുണ്ട് മലപ്പുറത്ത്. മലപ്പുറംകാർ ഒരു യാത്രാ പ്രേമികളല്ലേ? അതെ. അങ്ങനെ എന്തായാലും ചായ കുടിയൊക്കെ കഴിഞ്ഞതാ നമ്മൾ നമ്മുടെ യാത്ര പിന്നെയും തുടരുകയാണ്. ചെറിയ രീതിയിലൊക്കെ ഇരുട്ട് ആയി തുടങ്ങി. അതായത് സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞു. ഇനി വേറെ പ്രത്യേകിച്ച് ഒരുപാട് നല്ല കാഴ്ചകളൊന്നും കാണാനായിട്ട് സാധിക്കില്ല. ഇനിയിപ്പോൾ നിർത്തി കഴിഞ്ഞൊന്നും കാണാൻ സാധിക്കില്ല. ഹെഡ്ലൈറ്റിന്റെ വെട്ടത്തിലൊക്കെ ഇനി കുറച്ചുകൂടെയൊക്കെ മുന്നോട്ട് പോയി കഴിയുമ്പോൾ റോഡിന്റെ വശങ്ങളിലുള്ള ചെറിയ ചെറിയ കാഴ്ചകളൊക്കെ കാണാനേ സാധിക്കുകയുള്ളൂ. പിന്നെ മാത്രമല്ല, ഞങ്ങൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടുത്തെ ചായക്കടയിലെ അണ്ണൻ നമ്മളോടൊരു കാര്യം പറഞ്ഞു. അവിടെ ആന വന്നല്ലേ ഇന്നലെ? അതായത് ആ കടയിൽ വന്നിട്ട് ആന കട മുട്ടി. എന്താ പറഞ്ഞു? ആണോ? രാത്രി 9 മണിക്ക് അണ്ണന്റെ കടയിൽ വന്നിട്ട് ആന ഇങ്ങനെ പയ്യെ തട്ടിന്ന് പറഞ്ഞു. അത് ശരി. അണ്ണൻ മിണ്ടാതിരുന്നു. ആന തിരിച്ചുപോയി. ആന നാണം കെട്ടി തിരിച്ചുപോയി. അണ്ണൻ പറയുന്നത് ഞാൻ ഒരു ഭാഗം മിണ്ടിയില്ല അല്ലേ? ഒന്നും മിണ്ടിയില്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ നിങ്ങൾ ഇനിയിപ്പോ നമ്മുടെ വനമേഖലയൊക്കെ താമസിക്കുന്ന ആൾക്കാർ ആന വന്ന് തട്ടിയാലും മിണ്ടരുത്, ശ്വാസം പോലും വിടല്ലോ. അങ്ങനെ ഇരുന്നാ മതി. അങ്ങനെ ആന നാണം കെട്ടി തിരിച്ചു പോകണം. അണ്ണൻ അത് പറയുമ്പോ തന്നെ ഒരു നാണം ഉണ്ടായിരുന്നു. പാവരണ്ണൻ. സത്യം പറഞ്ഞാല് എന്തായാലും കൊള്ളാം. അപ്പൊ നമ്മളിനി പോകുന്ന വഴി ഇപ്പൊ ഡേഞ്ചർ ആണെന്നാണ് അതിനർത്ഥം. അപ്പൊ നമുക്ക് അതിന് മുന്നേ നമുക്ക് ആന വരുന്നതിന് മുന്നേ നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടണം. പറ്റൂ. നമ്മളെന്തായാലും ആന കാണുമല്ലോ. കാരണം അണ്ണൻ കട കൂട്ടിയേക്കുന്നതുകൊണ്ട് അണ്ണനെ കാണാൻ ആനയ്ക്ക് പറ്റില്ല. പക്ഷെ ഇതുണ്ടല്ലോ ഇവിടുത്തെ പ്രത്യേകത. നമ്മള് ഈ ഒരു റൂട്ട് കാര്യം 100 കിലോമീറ്റർ ഉണ്ടെങ്കിലും നമ്മളൊരു 250 കിലോമീറ്റർ യാത്ര ചെയ്യുമ്പോൾ. കാരണം വെച്ചാൽ ഇവിടെ കുറെ വ്യൂ പോയിന്റുകളുണ്ട്. എല്ലായിടത്തും ഇറങ്ങിയപ്പോ നമുക്ക് ഒരുപാട് സമയം എടുക്കും. അപ്പൊ ഒരു 3 ദിവസം കൊണ്ട് എത്തും. അപ്പം നിങ്ങൾ വരുവാണെങ്കിൽ അങ്ങനെ ഇപ്പൊ നമ്മളിങ്ങനെ വീഡിയോ എടുത്തെടുത്ത് പോകണോണ്ട് നമുക്കിപ്പോ എല്ലാ വ്യൂ പോയിന്റും ചിലപ്പോൾ കാണിക്കാൻ പറ്റില്ല വരും. പക്ഷെ നിങ്ങൾ അങ്ങനെയല്ല ഒരു ഡ്രൈവ് ആണെങ്കിൽ എല്ലായിടത്തും ഇറങ്ങി പയ്യെ കാഴ്ചകളെ കണ്ട് പോയാൽ മതി കേട്ടോ. അപ്പൊ എന്തായാലും നമ്മളിനി ആളിയാർ വഴി ചിന്നാർ വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലൂടെ നമ്മൾ മറയൂര് കാന്തല്ലൂർ ഭാഗത്തേക്ക് പോകുന്നതായിരിക്കും. എവിടം വരെ പോകുന്ന അറിയത്തില്ല. നമുക്ക് എവിടെയെങ്കിലും റൂം എടുക്കാൻ പറ്റുന്ന രീതിയിൽ റൂം എടുത്ത് നമ്മൾ സ്റ്റേ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ മുന്നോട്ടുള്ള യാത്ര തുടരുന്നു. ഇനിയും ഒരുപാട് നല്ല കാഴ്ചകൾ നമ്മളെ തേടിയിരിപ്പുണ്ട്. അതൊക്കെ നമ്മൾ കണ്ടെത്തി നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. എന്തായാലും ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഇവിടെ നിന്നുള്ള കാഴ്ചകളും വിശേഷങ്ങളൊക്കെ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം അല്ലേ? അതെ. ഇനി ഇവിടുന്ന് മുന്നോട്ടുള്ള കാഴ്ച എന്ന് വെച്ചാൽ രാത്രിയിൽ വല്ലോ ആന വല്ലോ എന്റെ റൂട്ടിലുണ്ടെങ്കിൽ കാണിക്കാം. അല്ലെ അടുത്ത വീഡിയോയിൽ കാണിക്കാം. ലൈറ്റ് വയ്യ ഭംഗി. അപ്പോൾ എന്തായാലും ഇവിടെ നിന്നുള്ള കാഴ്ചകളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് താൽക്കാലികമായിട്ട് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത വീഡിയോയിൽ മനോഹരമായ കാഴ്ചകളുമായിട്ട് വരാം. അതുവരെവർക്കും ബൈ.